بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് സർവശക്തനായ അല്ലാഹു തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബജീവിതം ഇസ്ലാമിൽ എന്ന വിഷയത്തിൽ സമൂഹത്തിൽ വിവാഹ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അനാചാരങ്ങളെക്കുറിച്ചും ധൂർത്തുകളെക്കുറിച്ചുമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലൂടെ ഏതാനും കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിച്ചത്. പറയുന്നതിന് മുമ്പും പറയുന്ന സമയങ്ങളിലും അതിനുള്ള ശേഷമുള്ള ദിവസങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിലെ ഓരോ വിവാഹ
വേദികളിലും നടന്നുകൊണ്ടിരിക്കുന്ന പല കോപ്രായങ്ങളും സോഷ്യൽ മീഡിയകളിലൂടെ നാൾക്ക് നാൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. സമൂഹത്തിലെ പല ആളുകളും ഇതിനെതിരെ രംഗത്ത് വരുന്നു എന്നത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. എന്നാൽ മറ്റു മതസ്ഥരെപ്പോലും നാണിപ്പിക്കുന്ന വിധം ഓരോ വൃത്തികെട്ട സംസ്കാരങ്ങളും പുതിയതായി പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ എതിർത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പോലും മൗനം പാലിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ വീടിനെ ശുദ്ധീകരിക്കുക, നമ്മുടെ കുടുംബത്തെ ഇത്തരം വൃത്തികേടുകളിൽ നിന്ന് കൈകൊണ്ട് തടുക്കേണ്ട ഭാഗങ്ങളിൽ കൈകൊണ്ടും അതല്ല നാവുകൊണ്ട് പറയേണ്ട സമയങ്ങളിൽ പറഞ്ഞുകൊണ്ടും ഇത്തരം പ്രവർത്തനങ്ങളോട് മനസ്സുകൊണ്ടെങ്കിലും മടുപ്പും എതിർപ്പും കാണിച്ചുകൊണ്ട് ഈ തിന്മക്കെതിരെ നാമും പോരാടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും നാം ശ്രദ്ധിക്കേണ്ടത് ഉത്തമമായ ഒരു മതത്തിൻ്റെ ഉടമകളാണ് നമ്മളൊക്കെ, ഒരു മതത്തിൻ്റെ അനുയായികളാണ് നമ്മളൊക്കെ. പല മതങ്ങളിലും കല്യാണങ്ങൾ നടക്കുന്നു, പലതരത്തിലുള്ള കല്യാണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ സമുദായത്തിലെ ആളുകൾ മാത്രമാണ് ഇത്തരം തോന്നിവാസങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. മറ്റുള്ള മതവിഭാഗങ്ങളൊക്കെ അടുക്കും ചിട്ടയോടുകൂടി ആ നിരക്കുള്ള കല്യാണത്തിൻ്റെതായ ദിവസങ്ങൾ, അവരുടേതായ ആചാരങ്ങൾ അതിൽ തന്നെ ഒതുങ്ങി നടക്കുന്നത് കാണാം. എവിടെയോ നമ്മളാണ് പ്രിയപ്പെട്ടവരെ പതറിപ്പോയത്, എവിടെയോ നമ്മൾക്കാണ് അബദ്ധങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇസ്ലാം ഇതിനൊന്നും ഉത്തരവാദിയല്ല. മറിച്ച് നാം നന്നാവുക, നമ്മുടെ കുടുംബത്തെ നന്നാക്കുക, നാം ഉൾക്കൊള്ളുന്ന മഹല്ലിനെ ഈ വിഷയത്തിൽ ബോധവൽക്കരിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇന്ന് എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇതിൻ്റെ മൂന്നാമത്തെ ഭാഗമെന്നോണം കുടുംബജീവിതത്തിൽ വിവാഹശേഷം വരനും വധുവുമാണ് ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇതുവരെ പരസ്പരം അറിയാത്ത വ്യത്യസ്ത ചുറ്റുപാടുകളിൽ ജീവിച്ചു വളർന്ന ഒരാണും ഒരു പെണ്ണുമാണ് വിവാഹത്തിലൂടെ ഒന്നിക്കുന്നത്. ആ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് പല സ്വപ്നങ്ങളും പല ആഗ്രഹങ്ങളും ഇണകൾക്കുണ്ടായിരിക്കുന്നത് സ്വാഭാവികം തന്നെയാണ്. ഇന്നിൻ്റെ വിവാഹങ്ങൾ പലപ്പോഴും ആ വിവാഹത്തിലേക്ക് എത്തുന്ന ആളുകൾ അതുവരെ ആരൊക്കെയോ പറഞ്ഞതും എന്തൊക്കെയോ കണ്ടതും വായിച്ചതും അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ള ഒരു മിഥ്യാധാരയിലാണ് കുടുംബജീവിതത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാങ്കല്പികവും യാഥാർത്ഥ്യവും തമ്മിൽ ഒരിക്കലും യോജിപ്പില്ല എന്ന് അറിയുന്നവരല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ. ഏതൊക്കെയോ ആണും പെണ്ണും പണത്തിന് വേണ്ടി അഭിനയിച്ച് കൂത്താടി, ഭാര്യയായും ഭർത്താവായും അഭിനയിച്ച് മണിക്കൂറുകൾക്ക് വേണ്ടി ലക്ഷങ്ങൾ വാങ്ങിക്കൂട്ടി, ആ നിലയ്ക്ക് ചിരിയും കളിയും തമാശയും കരച്ചിലും അതാണ് യഥാർത്ഥത്തിൽ കുടുംബജീവിതമെന്ന് വിചാരിച്ചുകൊണ്ട് ആരെങ്കിലും വിവാഹ ജീവിതത്തിലേക്ക്, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്തവനാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നല്ല ജീവിതം വേണമെങ്കിൽ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കുടുംബത്തിൽ ആണിനും പെണ്ണിനും വേണ്ട ഒരുപാട് മര്യാദകളെക്കുറിച്ച് പഠിപ്പിക്കുന്നു. എപ്പോഴും പറയുന്നത് പോലെ എന്തുകൊണ്ട് കുടുംബജീവിതം സ്വസ്ഥത കിട്ടുന്നില്ല? ഭാര്യയ്ക്ക് പറയാനുള്ളത് ഭർത്താവിൽ നിന്ന് തനിക്ക് ലഭിക്കേണ്ടത് ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാ. തിരിച്ചു ഭർത്താവും പറയുന്നു. നേരെ മറിച്ച് താൻ ചെയ്തു കൊടുക്കേണ്ട കടമകൾ, കടപ്പാടുകൾ ഓരോരുത്തരും മറന്നു പോവുകയാണ്. സഹോദരങ്ങളെ, നാം പഠിക്കുക, മനസ്സിലാക്കുക, സ്വജീവിതത്തിൽ കഴിയുന്നതും പ്രാവർത്തികമാക്കാൻ ഏതാനും ഉപദേശങ്ങൾ, എൻ്റെതല്ല
മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തിൽ നല്ല ഒരു ജീവിതമുണ്ടാകാൻ പറഞ്ഞു തന്ന ഏതാനും ഹദീസുകളും അള്ളാഹുവിൻ്റെ ആയത്തുകളും മാത്രമാണ് ഇന്നിൻ്റെ സദസ്സിനെ കേൾപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. വിശിഷ്യ സഹോദരിമാരോടാണ് ഇന്ന് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്. സഹോദരിമാരെ, സഹോദരങ്ങളെ, പല വ്യക്തിത്വത്തിൻ്റെ ഉടമകളും നമ്മൾക്കാകാം. പക്ഷെ നല്ല ഒരു ഭാര്യയായിട്ട് മാറാൻ കഴിയണം. ആളുകൾക്ക് എപ്പോഴും ഇഷ്ടമുള്ള പെണ്ണാണ്, പക്ഷെ നല്ല ഭാര്യയല്ല, നല്ല ഉമ്മയല്ല, നല്ല പെങ്ങളല്ല, നല്ല മകളല്ല. ആ ജീവിതം കൊണ്ട് എന്തർത്ഥമാണ് പിന്നീടുള്ളത്? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിലേക്ക് ഒരു കുട്ടിയെക്കുറിച്ച് പരാതിയുമായിട്ട് വന്നപ്പോൾ ആ കുട്ടിയെ വിളിപ്പിക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു. കാര്യം തിരക്കി ആ കുട്ടിയുടേതായ അനുസരണക്കേടിൻ്റെ മറ്റുള്ള പല കാര്യങ്ങളെക്കുറിച്ചുമാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്നാമതായിട്ട് ആ കുട്ടിക്ക് ഭരണാധികാരിയോട് പറയാനുള്ളത്, എൻ്റെ ബാപ്പ എനിക്കൊരു നല്ല ഉമ്മയെ തന്നിട്ടില്ല എന്നതാ. വിവാഹത്തിൻ്റെ സമയത്ത് അത് നോക്കിയിട്ടില്ലായിരുന്നു. നല്ല ഉമ്മയാകണം സഹോദരിമാരെ, നല്ല ഭാര്യയാകണം. എന്താണതിന് വേണ്ടത്? പലപ്പോഴും സ്ത്രീകൾ, ഭാര്യമാർ പറയുന്ന പരാതികൾ മുഴുവനായിട്ടും ഞാൻ എത്ര കാണിച്ചിട്ടെന്താ എൻ്റെ ഭർത്താവ് എന്നോട് ഒന്നും ചെയ്യുന്നില്ല, എൻ്റെ ഭർത്താവ് എന്നോട് ഒരു നിലക്കും നല്ല പോലെ പെരുമാറുന്നില്ല. ഇതിനു വേണ്ടിയിട്ടല്ല സഹോദരിമാരെ ഭർത്താവിനെ അനുസരിക്കാനും ആദരിക്കാനും ബഹുമാനിക്കാനും പറഞ്ഞത്. ഒരൊറ്റ വാചകത്തിൽ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീ സമൂഹത്തെ മുഴുവനും ഉണർത്തുന്നു, പെണ്ണെ, ഇന്നഹു ജന്നത്തുക്കി വനാറുക്കി, നിന്റെ ഭർത്താവ് നിന്റെ സ്വർഗമാണ്, നിന്റെ ഭർത്താവ് നിന്റെ നരകമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പെണ്ണിനോട് പറയാണ്, സ്വർഗം വേണോ നിനക്ക്? നിന്റെ ഭർത്താവിൻ്റെ കയ്യില, നിന്റെ നരകവും നിന്റെ ഭർത്താവിൻ്റെ കയ്യില. ആ ഭർത്താവിനോട് മാന്യമായി പെരുമാറി, ഭർത്താവിനോടുള്ള അനുസരണ കാണിച്ച്, ഭർത്താവിന് ഇഷ്ടമുള്ള രീതിയിലാണ് നീ ജീവിക്കുന്നതെങ്കിൽ നിനക്ക് സ്വർഗമാണ് എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നേരെ മറിച്ച് നന്ദികേടിൻ്റെ വാക്കും നന്ദികേടിൻ്റെ പെരുമാറ്റങ്ങളും നന്ദികേടിൻ്റെ പ്രവർത്തനവുമാണ് ഒരു പെണ്ണിൻ്റെ ഭാഗത്തുള്ളതെങ്കിൽ ആ പെണ്ണിനെ കുറിച്ച് വഹിയിലൂടെ ദീന് പറയുന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പെണ്ണെ, നിന്റെ നരകമായിട്ടും നിന്റെ ഭർത്താവ് മാറും. ഭർത്താവിനനുസരിക്കാതെ ഒരു പെണ്ണിനും എത്ര ഇബാദത്തെടുത്തിട്ടും അള്ളാഹിന്റെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയൂല. പുരുഷന്മാരോട് പറയുന്നതിനേക്കാൾ എത്രയോ കാര്യങ്ങൾ സ്ത്രീകളോട് പറയുന്നു, അല്ലേ? പുരുഷന്മാർക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്, ഒരുപാട് ചുമതലകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചാലാ അള്ളാഹിന്റെ സ്വർഗം. പക്ഷേ പെണ്ണിനോട് റസൂലുള്ളാഹി പറയുന്നു, എളുപ്പത്തിൽ സ്വർഗം വാങ്ങാൻ കഴിയും പെണ്ണെ നിനക്ക്. ഇദാ സ്വല്ലത്തുൽ മർഅ ഖംസഹ വസാമത് ശഹറഹ വഹഫിലത് ഫർജഹ വഅതഅത് സൗജഹ ഖീല ലഹ ഉദ്ഖുലിയൽ ജന്ന മിൻ ഐ അബ്വാബിൽ ജന്നതി ശിഅത്. 4 കാര്യങ്ങളും ഒരു പെണ്ണ് ശ്രദ്ധിച്ചാൽ മതി സ്വർഗം കിട്ടാൻ. 4 കാര്യങ്ങൾ. എന്താ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ഇദാ സ്വല്ലത്തുൽ മർഅതു ഖംസഹ, 5 നേരത്തെ നിസ്കാരം ഒരു പെണ്ണ് നിർവഹിച്ചു കഴിഞ്ഞാൽ, അതേപോലെ വസ്വാമത്ത് ഷഹറഹ, റമളാനിലെ നോമ്പാ പെണ്ണെടുത്തു കഴിഞ്ഞാൽ, വഹഫിലത് ഫർജഹ, അവളുടെ ലൈംഗിക അവയവത്തെ അവൾ കാത്ത് സംരക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, ഭർത്താവല്ലാത്തവരിൽ നിന്ന് ഒരു നിലക്കും ഹറാമിലേക്ക് ആ പെണ്ണെത്താതിരുന്നാൽ, 4 പറയുന്നു സ്വർഗം ലഭിക്കാൻ വഅതഅത് സൗജഹ, തൻ്റെ ഭർത്താവിനെ അനുസരിക്കുക. എന്തിനാ ഭാര്യ ഭർത്താവിനെ അനുസരിക്കുന്നത്? ഭർത്താവ് ഇങ്ങോട്ട് പലതും ചെയ്തു തരാൻ വേണ്ടിയിട്ടല്ല, ഇങ്ങോട്ട് നല്ലത് പറയാൻ വേണ്ടിയിട്ടല്ല. സഹോദരിമാരെ, നിങ്ങൾ പറയാറില്ലേ, ഞാൻ എന്തുമാത്രം ആ നിലക്കുള്ള അനുസരണ കാണിക്കുന്നു, ഇങ്ങോട്ടില്ല. ഇങ്ങോട്ട് കാണിക്കുന്നില്ലെങ്കിലും ഒരു പെണ്ണ് ഭർത്താവിനെ അനുസരിക്കുന്നത് മഹാനായ റസൂലുള്ളാഹി പറയുന്നു, പെണ്ണിന് സ്വർഗം വേണമെങ്കിൽ ഈ ഭർത്താവ് ഇങ്ങോട്ട് ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ, ഭർത്താവിൻ്റെ കുടുംബക്കാർ ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ,
ഞാൻ എൻ്റെ ഭർത്താവിനെ അനുസരിക്കുന്നത് എൻ്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പഠിപ്പിച്ചു. ആത്വാഅത്ത് സൗജഹ, ഭർത്താവിനെ അനുസരിച്ചാൽ ഖീല ലഹ, ആ പെണ്ണിനോട് പറയപ്പെടും, ഉദ്ഖുലിയൽ ജന്ന, പെണ്ണെ നീ സ്വർഗത്തിൽ പ്രവേശിച്ചോ, മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശിഅത്, ഇഷ്ടമുള്ള വാതിലിലൂടെ നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. അല്ലേ? നോമ്പുകാർക്ക് റയ്യാന, ഓരോ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഓരോ വാതിലിലൂടെ പ്രവേശിക്കാം. എന്നാൽ ഭർത്താവിനനുസരിക്കുന്ന പെണ്ണിനോട് പറയപ്പെടുന്ന ആ പെണ്ണ് അവിടെ നിന്ന് ആ പെണ്ണിന് ലഭിക്കുന്നത്, പെണ്ണെന്താ കേൾക്കുന്നത്? സ്വർഗീയ ലോകത്ത് നിനക്ക് ഏത് വാതിലാണോ ഇഷ്ടം ആ വാതിലിലൂടെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോ എന്ന. സഹോദരിമാരെ, രണ്ട് കാര്യങ്ങൾ പഠിച്ചു. സ്വർഗമാണ് ഭർത്താവ്, നരകമാണ് ഭർത്താവ്. ഇഷ്ടമുള്ള കവാടത്തിലൂടെ എനിക്ക് സ്വർഗീയ ലോകത്തേക്ക് എത്താം, അതിന് വേണമെങ്കിൽ, ആ സ്വർഗം ലഭിക്കണമെങ്കിൽ ഞാൻ എൻ്റെ ഭർത്താവിനെ അനുസരിച്ചേ മതിയാകൂ എന്ന ബോധ്യത്തിലായിരിക്കണം പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മളൊക്കെ ആ നിലക്ക് വളരേണ്ടത്. സഹോദരങ്ങളെ, നമ്മുടെ പെൺകുട്ടികളെ, നമ്മുടെ പെങ്ങന്മാരെ, നമ്മുടെ അതേപോലെ കുടുംബത്തിലുള്ള ആളുകളെ ഈ നിലക്കുള്ള ഒരു ബോധവൽക്കരണം നാം നടത്തേണ്ടതുണ്ട്. എന്തുകൊണ്ട്? ഇന്നിതൊന്നുമല്ല, എത്ര പ്രശ്നങ്ങളാ, എത്ര കൗൺസിലർമാരാ അല്ലേ ഓരോ സെന്ററുകളിലേക്കും മുസ്ലിം കുടുംബത്തിലെ ഭാര്യയും ഭർത്താവുമാണ് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത്. എന്തിന്? സ്വസ്ഥതയില്ലാത്തതിൻ്റെ പേരിൽ, സമാധാനമില്ലാത്തതിൻ്റെ പേരിൽ. അതുകൊണ്ട് തന്നെ സഹോദരിമാരെ മനസ്സിലാക്കേണ്ടതുണ്ട്, ഏതൊരു ഭർത്താവും തന്നെ അനുസരിക്കുന്ന ഭാര്യയാണ് ഇഷ്ടപ്പെടുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നാം പറഞ്ഞതുപോലെ വലിയ മുതലാളിയുടെ മോളെയാണ് വിവാഹം ചെയ്ത് കൊണ്ടുവരുന്നതെങ്കിലും, വലിയ തറവാട്ടിലെ പെണ്ണിനെയാണ് കൊണ്ടുവരുന്നതെങ്കിലും, ആഴ്ചകൾ ആ കല്യാണം നീണ്ടു നിന്നുവെങ്കിലും, സഹോദരങ്ങളെ, ഭർത്താവിനെ അനുസരിക്കാത്തതാണ് ആ പെണ്ണെങ്കിൽ അവൾക്ക് എത്ര സൗന്ദര്യമുണ്ടെങ്കിലും സമ്പത്തുണ്ടെങ്കിലും എല്ലാ നിലക്കുള്ള കഴിവുണ്ടെങ്കിലും ആ പെണ്ണിനോട് ഒരു നിലക്കും ഭർത്താവിന് മനസ്സറിഞ്ഞുകൊണ്ടൊന്ന് പെരുമാറാൻ, അതേപോലെ തന്നെ ഒരു സന്തോഷത്തോടു കൂടിയുള്ള ഒരു ജീവിതം നയിക്കാൻ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം കഴിയൂല. അനുസരിച്ചേ മതിയാകൂ. ചില സ്ത്രീകളൊക്കെ അതാ പറയാറുള്ളത്, എൻ്റെ ഭർത്താവിനെ ഞാൻ വരച്ച വരയിൽ നിർത്തലുണ്ട്, ഞാൻ പറയുന്നത് പോലെ കേൾക്കുന്ന ഭർത്താവാ എൻ്റെ ഭർത്താവ്, ഞാനെന്ന് മാത്രമല്ല എൻ്റെ കുടുംബക്കാർ കൂടി പറയുന്നത് പോലെ കേട്ട് നടക്കുന്നവനാ എൻ്റെ ഭർത്താവ്. അല്ലേ? ഈ വ്യക്തിയെ നോക്കി സമുദായം ചിരിക്കുന്നുണ്ട്, ഈ വ്യക്തിയെ നോക്കി ആളുകൾ ചിരിക്കുന്നുണ്ട്. അതല്ല വേണ്ടത്. ആണായി പിറന്നവനാണെങ്കിൽ, ആ നിലക്കുള്ള ഒരു നല്ല ഭർത്താവാണെങ്കിൽ ആ ഭാര്യയെ നല്ല നിലക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ സഹോദരങ്ങളെ കഴിയേണ്ടതുണ്ട്. സഹോദരിമാരെ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുകയാണ്, അദ്ദുനിയാ മത്താഉൻ, ദുനിയാവെന്ന് പറയുന്നത് കുറെ വിഭവങ്ങളാ. വഖൈറു മത്താഇദ് ദുനിയാ അൽ മർഅത്തു സ്വാലിഹ, ഈ ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം നല്ല സ്ത്രീയാ. നല്ല സ്ത്രീയാ. നല്ല സ്ത്രീയാകാൻ കഴിയണം സഹോദരിമാരെ. നല്ലൊരു ഭാര്യയായിട്ട് മാറാൻ കഴിയണം. തൻ്റെ ഭർത്താവിന് പൊരുത്തമുള്ള നല്ല വഖൈറു മത്താഇദ് ദുനിയാ അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ പെണ്ണെന്ന് പറഞ്ഞില്ലേ? ഖുർആൻ അത് വിശദീകരിക്കുന്നു. ആരാണ് ഈ സ്വാലിഹത്തായ പെണ്ണെന്ന്? ഫസ്വാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൻ ലിൽ ഗൈബ് ബിമാ ഹഫിളല്ലാഹ്. സ്വാലിഹത്തായ ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ സ്വാലിഹ എന്ന് പേരുള്ള പെണ്ണായിരിക്കൂല, അല്ലേ? പേരിൽ ഒതുങ്ങിയിട്ട് കാര്യമില്ല. മറിച്ച് ആരാ സ്വാലിഹ? ഖാനിതാതുൻ, അനുസരണയുള്ള പെണ്ണാണ്. ആരെയാ അവൾ അനുസരിക്കേണ്ടത്? തൻ്റെ ഭർത്താവിനെ. പറയുമ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത്, അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്തത് ഭർത്താവ് പറഞ്ഞാൽ അനുസരിക്കണമെന്നല്ല, മറിച്ചൊരു പൊതുവായിട്ടല്ല പറയാണ്. അള്ളാഹുവിന് ഇഷ്ടമുള്ള പടച്ച റബ്ബിന്റെ ഒരു തീരുമാനം, അള്ളാഹുവിനത് പൊരുത്തമുള്ളതാണ്, അതെന്ത് പറഞ്ഞാലും ഭാര്യ അനുസരിച്ചേ മതിയാകൂ. ചിലപ്പോൾ ഭാര്യയ്ക്ക് ഇഷ്ടമുണ്ടാകൂല, ഭർത്താവ് പറഞ്ഞോ അതനുസരിക്കണം. അതെന്തിനാ? അള്ളാഹ് എന്നോടത് പറഞ്ഞ സ്വാലിഹത്തായ ഒരു പെണ്ണാണെങ്കിൽ, നല്ല പെണ്ണാണെങ്കിൽ ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണാണ്. ഹാഫിളാത്തുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്, അള്ളാഹ് കാത്തു സൂക്ഷിക്കാൻ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്.
ഭർത്താവിൻ്റെ മുതലുണ്ട്, തൻ്റെ ശരീരമുണ്ട്, അല്ലേ? ഭർത്താവിൻ്റെ അഭാവത്തിൽ തൻ്റെ ശരീരത്തെ ഹറാമുകളിൽ നിന്ന് കാത്ത് സംരക്ഷിക്കുന്നവളാണ് ഒരു നല്ല പെണ്ണ്, ഒരു നല്ല സ്വാലിഹത്തായ പെണ്ണ്. ആകാൻ കഴിയാറുണ്ടോ സഹോദരിമാരെ? ഭർത്താവിനെ കുറിച്ച് 100 കുറ്റങ്ങളും കുറവുകളും സ്വകുടുംബത്തിൽ പോയി പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സഹോദരിമാരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കണം. ഞാൻ ആയിട്ടുണ്ടോ ഒരു സ്വാലിഹത്തായ പെണ്ണ്? അതിൻ്റെ പകുതിയെങ്കിലും എനിക്കാകാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതല്ല, ഈ സെക്കൻഡിൽ ഞാൻ മരണമടയുകയാണെങ്കിൽ എൻ്റെ എനിക്ക് നരകം ലഭിക്കുന്ന, അതല്ല എനിക്ക് സ്വർഗം ലഭിക്കുന്ന ഒരാളായിട്ടാണോ ഞാൻ മാറുന്നത് എന്ന് ഓരോ സഹോദരിമാരും ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറയുന്നു, ആരാ സ്വാലിഹത്തായ പെണ്ണ് എന്ന്? ആരാണ് സ്വാലിഹത്തായ പെണ്ണ്? ഓരോ രക്ഷിതാവും ആലോചിക്കുക, എൻ്റെ മോളെ എനിക്കിങ്ങനെ വളർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? എൻ്റെ പെങ്ങൾ ഇങ്ങനെയായിട്ടുണ്ടോ? അതല്ല, അതേപോലെ തന്നെ സഹോദരിമാരും ശ്രദ്ധിക്കുക, എനിക്കങ്ങനെയാകാൻ കഴിഞ്ഞിട്ടുണ്ടോ? അൽ മർഅത്തു സ്വാലിഹ ഇദാ നളറ ഇലൈഹ സർറത്ത്. ഒരു നല്ല പെണ്ണെന്ന് പറയുന്നത് അവളെ നോക്കിയാൽ അവൾ ആ വ്യക്തിയെ സന്തോഷിപ്പിക്കും. ഭർത്താവ് ഭാര്യയെ നോക്കുമ്പോൾ സന്തോഷിപ്പിക്കും. ഇന്ന് ഭർത്താവിന് ഭാര്യയെ നോക്കാൻ തന്നെ പേടിയാ, അല്ലേ? എന്തുകൊണ്ടാ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്തത്? എന്തുകൊണ്ടാ രാത്രി ഇശാ നമസ്കാരം കഴിഞ്ഞിട്ടും വീട്ടിലേക്ക് പോകാത്തത്? കടത്തിണ്ണകളിൽ, പള്ളിത്തിണ്ണകളിൽ ഇരുന്ന ആളുകളുമായി സംസാരിക്കാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നു. വിവാഹത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ അല്ലേ ഭർത്താവ് ഭാര്യയെ കാത്തു നിൽക്കുക, ഭാര്യ വന്നിട്ടുറങ്ങാം. കുറച്ച് കാലം കഴിഞ്ഞാലോ ഭാര്യ വരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഉറങ്ങിക്കഴിയാൻ വേണ്ടിയിട്ടാണ് ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കുന്നത്. ആ നിലക്ക് നോക്കിയാൽ സന്തോഷം പോട്ടെ, അത് വേണ്ട, സങ്കടം തരാതിരുന്നാൽ മതി എന്ന രീതിയിലാണ് പലപ്പോഴും പല ഭർത്താക്കന്മാരും. സഹോദരിമാരെ, ആ നിലക്ക് നമ്മൾ മാറാൻ പാടില്ല. ഭർത്താവ് പല പ്രയാസങ്ങളും പല രീതിയിലുള്ള പല നിലക്കുള്ള പ്രശ്നങ്ങളും തരണം ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യ പറയാണ്, ഇവിടെ വന്നാൽ ഇങ്ങനെ തന്നെയായിരിക്കും, അതൊക്കെ നിങ്ങൾ പുറത്തന്നെ ഇറക്കി വെച്ച് വന്നോ, എനിക്ക് പറയേണ്ടത് ഞാൻ പറയും. ആ പെണ്ണ് സ്വാലിഹത്തായ സ്വർഗം ലഭിക്കുന്ന പെണ്ണല്ല എന്ന് ഈ ഉള്ളവനല്ല സഹോദരങ്ങളെ പറയുന്നത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഭാര്യയെ നോക്കുമ്പോൾ സന്തോഷം തരാൻ ആ പെണ്ണിന് കഴിയുന്നില്ലെങ്കിൽ ആ പെണ്ണ് 5 നേരം നിസ്കരിച്ചാലും സ്വാലിഹത്തായ പെണ്ണല്ല. ഇനിയോ വഇദാ ഗാബ അൻഹാ ഹഫലത് വഇദാ അമറഹ അത്വഅത്. ആ ഭർത്താവ് വീട്ടിലില്ലാത്ത നേരത്ത് അവൾ സ്വന്തം ശരീരത്തെ സംരക്ഷിക്കുന്നവളായിരിക്കും, അല്ലേ? ആരുടെയോ കൂടെ ഒളിച്ചോടുന്ന പെണ്ണായിരിക്കൂല. ഭർത്താവിൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ ക്ഷണിച്ചു വരുത്തുന്ന പെണ്ണായിരിക്കില്ല. അതേപോലെ തന്നെ വഇദാ അമറഹ, ആ ഭർത്താവ് അവളോട് എന്തെങ്കിലും ഒരു കാര്യം കൽപ്പിച്ചാൽ അത്വഅത്, ആ ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണാണ് സ്വാലിഹത്തായ പെണ്ണ്. ഓരോരുത്തരും ശ്രദ്ധിച്ചോ, ഓരോരുത്തരും ആലോചിച്ചോ, ഇതാണോ എൻ്റെ വീട്ടിൽ നമ്മുടെ മനസ്സ് പറയുന്നുണ്ട്? ഞാൻ നല്ല ഭാര്യയാണോ? എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെയാണോ? എൻ്റെ മകൾ മറ്റൊരു വീട്ടിൽ പോയിട്ട് ഈ നിലക്ക് പെരുമാറുന്നവളാണോ? അല്ലേ സഹോദരങ്ങളെ? ഉമ്മമാരൊക്കെ പലപ്പോഴും പറയാറുണ്ട് അഭിമാനത്തോടു കൂടി, എൻ്റെ മോൾക്കൊരു ചായ വെക്കാൻ കൂടി അറിയില്ല, അല്ലേ? ഈ മോളയാ ഭർത്താവിൻ്റെ കൂടെ പറഞ്ഞയക്കുന്നത്, ഈ മോളയാ മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നത്. അവസാനം കണ്ണുനീര് കുടിക്കേണ്ടി വരുന്നു. ഏത് ഭർത്താവ് ആഗ്രഹിക്കാത്തത്? താൻ കൽപ്പിക്കുന്നത് അനുസരിക്കുന്ന ഒരു ഭാര്യ തനിക്ക് വേണമെന്ന് ആഗ്രഹിക്കാത്ത ഭർത്താവ് ഉണ്ടാകുമോ പ്രിയപ്പെട്ടവരെ? സ്വന്തം ഭാര്യയുണ്ടായിട്ടും വേലക്കാരിയുടെ കൈകളിൽ നിന്ന് ചായ കുടിക്കേണ്ടി വരുന്ന ഭർത്താക്കന്മാരുണ്ടാകുന്നില്ലേ? പണത്തിന് കുറവുണ്ടോ അവിടെ? സമ്പത്തിന് കുറവുണ്ടോ അവിടെ? സ്വത്തിനോ തറവാടിത്തത്തിനോ കുറവുണ്ടോ? ഒന്നിനും ഒരു കുറവില്ല. പക്ഷേ ലഭിക്കേണ്ടത് ലഭിക്കുന്നില്ല. നീറിപ്പുകയുകയായിരിക്കും അത്തരം മനസ്സുകളെന്ന് സഹോദരങ്ങളെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരിമാർ വിശിഷ്യ ഈ നിർദ്ദേശങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. എൻ്റെ സ്വർഗത്തിന് വേണ്ടിയാ, എനിക്ക് അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് തന്നെ എൻ്റെ ഭർത്താവിന് ഞാൻ കൊടുക്കേണ്ടത് മുഴുവനും കൊടുത്തേ പറ്റൂ. ഓരോ സഹോദരിയും ശ്രദ്ധിക്കണം.
എൻ്റെ ഭർത്താവിന് ആ നിലക്കുള്ള സന്തോഷങ്ങൾ ഞാൻ കൊടുക്കാറുണ്ടോ? അതേപോലെ തന്നെ എൻ്റെ ഭർത്താവിനോടുള്ള അനുസരണ ഞാൻ കാണിക്കാറുണ്ടോ? എന്തിനാ വാശി പിടിക്കുന്നത്? എന്തിനാ വെറുതെ അനാവശ്യമായി വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നത്? ഭർത്താവുമായി വഴക്കിടുന്നത് എന്തിൻ്റെ പേരില്ല? ഷോപ്പിങ്ങിന് പോകുന്നത് ഒരു ടൈം തെറ്റിപ്പോയതിൻ്റെ പേരിൽ അല്ലേ? നിസ്കരിക്കാത്തതിൻ്റെ പേരിലല്ല, സക്കാത്ത് കൊടുക്കാത്തതിൻ്റെ പേരിലല്ല. പിന്നെ എന്തിനാ? ഷോപ്പിങ്ങിന് പോകാമെന്ന് പറഞ്ഞിരുന്നു, 7 മണിക്ക് പറഞ്ഞത് അതൊരു 7:15 ഒരു 1/4 മണിക്കൂറിന് വേണ്ടിയിട്ടാണ് 2 ദിവസത്തെ ഭക്ഷണം മുടക്കുന്നത് അല്ലേ? സഹോദരങ്ങളെ, സഹോദരിമാരെ, അങ്ങനെയായിട്ട് മാറാൻ പാടില്ല. ഏത് പെണ്ണ ഭർത്താവിൽ നിന്ന് നല്ല ഒരു നോട്ടം ആഗ്രഹിക്കാത്തത്? പെണ്ണെ, ഇതുപോലെ നല്ലൊരു നോട്ടം നിന്നിൽ നിന്ന് നിന്റെ ഭർത്താവും ആഗ്രഹിക്കുന്നു. ഭർത്താവിൽ നിന്ന് നീ നല്ലത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു, മോശം കേൾക്കാൻ നീ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ നിന്റെ ഭർത്താവ് നിന്നിൽ നിന്നും ഇതുപോലെ തന്നെ ഒരു നല്ല വാക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിന്നിൽ നിന്ന് നല്ല വാസന അതാ ഭർത്താവ് ആഗ്രഹിക്കുന്നത്. നിന്റെ വസ്ത്രം അത് നല്ലതാകാനാ ഭർത്താവ് ആഗ്രഹിക്കുന്നത്. മുൻഗാമികളായ ഉമ്മമാർ അങ്ങനെയായിരുന്നു. കല്യാണത്തിന് മുമ്പേ സൂറത്തു നൂറ് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കും, പെൺകുട്ടികൾക്ക്. അതേപോലെ തന്നെ സൂറത്തുൽ ബഖറ പഠിപ്പിച്ചു കൊടുക്കും. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹുജറാത്ത് പോലെ അതേപോലെ തന്നെ സൂറത്തു നൂറ് പോലെയുള്ള സ്ത്രീകളോടുള്ള ഒരുപാട് മര്യാദകൾ, സ്ത്രീകൾ പാലിക്കേണ്ട മര്യാദകൾ പരാമർശിക്കുന്ന സൂറത്തുകളുണ്ട്. മുൻഗാമികൾ ഇതൊക്കെ തങ്ങളുടെ പെൺകുട്ടികൾക്ക് പഠിപ്പിച്ചതിന് ശേഷമാണ് ഭർത്താവിൻ്റെ കൈകളിലേക്ക് ആ പെൺകുട്ടിയെ ഏൽപ്പിക്കുന്നത്. ഇന്നതൊന്നുമല്ല. ഇതൊന്നും ആർക്കും വേണ്ട. അവസാനം കണ്ണുനീരിൻ്റെ കയ്പുനീർ അനുഭവിക്കേണ്ടി വരുന്ന എത്രയോ കുടുംബങ്ങൾ കാണാം അല്ലേ? മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്വർഗത്തിലെ സ്ത്രീ, ഒരു പെണ്ണ്, അവൾ സ്വർഗത്തിലാണ്. സ്വർഗത്തിലുള്ള കുറെ സ്ത്രീകളുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഉഖ്ബിറുക്കും ബിനിസാഇക്കും ഫിൽ ജന്ന. വ്യത്യസ്ത രീതികളിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണിത്. റസൂലുള്ളാഹി പറയാണ്, സഹാബത്തെ, സ്വർഗത്തിലെ സ്ത്രീകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിക്കട്ടെയോ? ആ സമയത്ത് സഹാബത്ത് പറഞ്ഞു, ഖുൽനാ ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അതെ, ഞങ്ങൾക്ക് നിങ്ങൾ അറിയിച്ചു തന്നാലും. സ്വർഗത്തിലെ സ്ത്രീ ഖാല, അവിടുന്ന് ഒന്നാമതായി പറയുന്നു, വദൂദുൻ, നല്ലോണം സ്നേഹിക്കുന്ന പെണ്ണ അല്ലേ? നല്ലോണം സ്നേഹം നൽകുന്ന പെണ്ണ. ആ പെണ്ണിനെയാണ് ഒരു ഭർത്താവിന് ഇഷ്ടം. പെണ്ണിൻ്റെ കുറെ മൊഞ്ചോ കുറെ പണമോ സൗന്ദര്യമോ ഒന്നുമല്ല, ഇതൊക്കെ ഉണ്ടായിട്ടും സ്നേഹമില്ലാത്ത പെണ്ണാണെങ്കിലോ ഒരു കാര്യവുമില്ല. നേരെ മറിച്ച് ആ പെണ്ണ് നല്ല സ്നേഹം കാണിക്കുന്ന പെണ്ണ, അലിവ് കാണിക്കുന്ന പെണ്ണ, ആ പെണ്ണിനെയാണ്, ആ പെണ്ണിനെക്കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സ്വർഗത്തിലെ സ്ത്രീകൾ അവൾ നല്ലോണം സ്നേഹം കാട്ടുന്ന പെണ്ണ. രണ്ടാമത് വലൂദുൻ, ധാരാളം പ്രസവിക്കുന്ന പെണ്ണ അല്ലേ? ഇത് ആണുങ്ങളും കുറച്ചുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. ആ നിലക്ക് ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് മക്കളെ നശിപ്പിക്കുന്ന ഉമ്മമാരും ഉപ്പമാരുമുണ്ട്. സ്വർഗത്തിലെ പെണ്ണിനെ കുറിച്ച് പറയാ, അവൾ ധാരാളം പ്രസവിക്കുന്ന പെണ്ണ. കല്യാണത്തിൻ്റെ അന്വേഷണ സമയത്ത് ഇത് ശ്രദ്ധിക്കണം, അത്തരം കുടുംബങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കണമെന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് കൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. സ്വർഗത്തിലെ സ്ത്രീയുടെ പ്രത്യേകതയായിട്ട് പറയുന്നു, സ്നേഹിക്കുന്നവളാണവൾ, അതേപോലെ തന്നെ ധാരാളം പ്രസവിക്കുന്നവളാണ്, അതേപോലെ തന്നെ ഇദാ ഗളിബത് ഔ ഊസിയ ഇലൈഹ ഔ ഗളിബ സൗജുഹാ ഖാലത് ഹാദിഹി യദി ഫീ യദിക് ലാ അക്തഹിലു ബിഗംദിൻ ഹത്താ തർലാ. ഈ പെണ്ണ് പറയാ, ഈ പെണ്ണ് ഇത്തിരി ദേഷ്യം വന്നു. മനുഷ്യൻ്റെ ഒരു സഹജമാണല്ലോ ദേഷ്യം, സ്വാഭാവികമാണ്, മാനുഷിക സഹജമാണത്. എന്തോ ഒരു വിഷയത്തിൽ ഒരല്പം ദേഷ്യം ഈ പെണ്ണിന് വന്നു. ഇനിയല്ല, ഈ ഭർത്താവും പെണ്ണും തമ്മിൽ ഒരാൾ ശണ്ട കൂടിയിട്ട് വഴക്കുണ്ടായി, ഇവിടെ ശണ്ടയുണ്ടായി, ആ നിലക്കുള്ള ദേഷ്യം വന്നു. ഭർത്താവ് ഏതെങ്കിലും തരത്തിൽ പ്രയാസപ്പെടുത്തി, ഇങ്ങനെ എന്ത് വന്നിട്ട് ഭർത്താവിനോട് പിണങ്ങി, പകൽ സമയങ്ങളിൽ പിണങ്ങി, രാത്രി ബെഡ്റൂമിലെത്തിക്കഴിഞ്ഞാൽ ഈ പെണ്ണ് പറയും ഭർത്താവിനോട്, ഹാദിഹി യദീ ഫീ യദിക്, ഇതാ എൻ്റെ കൈ നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നു, ലാ അക്തഹിലു ബിഗംദിൻ ഹത്താ തർലാ, നിങ്ങൾ എന്നോട് മിണ്ടുന്നത് വരെ,
നിങ്ങൾ എന്നോട് തൃപ്തിയാകുന്നത് വരെ എൻ്റെ കണ്ണിൽ ഞാൻ സുറുമയിടില്ല, എൻ്റെ കണ്ണ് ഞാൻ അടക്കില്ല, ഇന്ന് ഞാൻ ഉറങ്ങില്ല എന്ന് ഭർത്താവിനോട് പറയുന്ന പെണ്ണ സ്വർഗത്തിലെ സ്ത്രീ. ഭർത്താവുമായിട്ട് മിണ്ടാതെ ഒരു ദിവസം പോലും ഉറങ്ങൂല ആ സ്ത്രീ. സഹോദരിമാര് ശ്രദ്ധിക്കേണ്ടതുണ്ട്, സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭർത്താവിനോട് തമ്മിൽ വഴക്കുണ്ടാക്കി സംസാരിക്കാതെ മിണ്ടാതെ കിടന്നുറങ്ങാൻ കഴിയാത്ത പെണ്ണാണ് സ്വർഗത്തിലെ സ്ത്രീ എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ നേരെ വിപരീതം മനസ്സിലാക്കിക്കോ. നേരെ തിരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ, അല്ലേ? ആണും പെണ്ണും വിചാരിക്കുക സുഖായി, ഭർത്താവ് എന്തായാലും വിചാരിക്കുക നല്ല സുഖായി, സമാധാനത്തിൽ കിടന്നുറങ്ങാലോ. ആ നിലയിലേക്ക് പ്രിയപ്പെട്ടവരെ ഇന്നിൻ്റെ കുടുംബങ്ങൾ മാറിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു. എവിടെയാ തിരുത്തേണ്ടത്, എവിടെയാ മാറേണ്ടത്, എവിടെയാ മാറ്റേണ്ടത് എന്ന് ഓരോരുത്തരും ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നില്ലേ, ഒരു പെണ്ണിനെ കുറിച്ച് പെണ്ണിന് ഭർത്താവിനോട് എത്രത്തോളം കടമയും കടപ്പാടുമുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇത് മാത്രം മതി. ആയിഷ ബീവി പറയുന്നു, ഞാൻ എൻ്റെ റസൂലിനോട്, എൻ്റെ ഭർത്താവായ ലോകത്തിൻ്റെ നേതാവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഅൽതു റസൂലല്ലാഹ്, ഞാൻ റസൂലുള്ളാഹിയോട് ചോദിക്കുകയാണ്, അയ്യുന്നാസി അഅ്ലമു ഹഖ്ഖൻ അലൽ മർഅ, റസൂലേ ഒരു പെണ്ണിന് ഏറ്റവും കടമ ആരോടാ? ഖാല സൗജുഹാ, അവിടുന്ന് ആലോചിച്ചില്ല, ഒന്നാമത് കൊടുത്ത മറുപടി ഭർത്താവിനോടാ. ഖുൽതു ഫഅയ്യുന്നാസി അഅ്ലമു ഹഖ്ഖൻ അലർ റജുലി യാ റസൂലല്ലാഹ്, റസൂലേ എന്നാൽ ഒരു പുരുഷന് ഏറ്റവും കടമ ആരോടാ? രണ്ടാമത് ആയിഷ ബീവി അതാ ചോദിക്കുന്നത്. ആ സമയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആയിഷ ഉമ്മയോടാ, ഒരു പുരുഷന് ഉമ്മയോടാണ് ഏറ്റവും ബാധ്യതയെങ്കിൽ പെണ്ണിനെ കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു പെണ്ണിന് ഏറ്റവും ബാധ്യത തൻ്റെ ഭർത്താവിനോടാണ് എന്ന്. അതുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും അയ്യുമംറഅത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാളിൻ ദഖലത്തിൽ ജന്ന, ഒരു ഭാര്യ മരിക്കുമ്പോൾ, ഒരു പെണ്ണ് മരിക്കുമ്പോൾ ആ ഭാര്യയെക്കുറിച്ച് ഭർത്താവിന് നല്ല തൃപ്തിയാണുള്ളതെങ്കിൽ ആ പെണ്ണ് സ്വർഗത്തിലാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഭാര്യ മരിക്കുമ്പോൾ ഭർത്താവ് സങ്കടപ്പെടുക എപ്പോഴാ? തനിക്ക് ആശ്വാസമായി മാറിയ, തനിക്ക് എല്ലാ നിലക്കും സംരക്ഷണം നൽകിയ ഒരു ഭാര്യ, ആ ഭാര്യയെ നഷ്ടപ്പെട്ടു പോയാൽ അതിൻ്റെ വേദന മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം തന്നെ അതിന് തെളിവാണ്. ഖദീജ ബീവിയെക്കുറിച്ച് എപ്പോഴും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു. ഇത് കേട്ട് ആയിഷ ബീവിയോട് ചോദിച്ചു പോയിട്ടുണ്ട്, റസൂലേ ഖദീജയല്ലാത്തൊരു ഭാര്യമാരും നിങ്ങൾക്കില്ലേ റസൂലേ? എപ്പോഴും ഖദീജയാണല്ലോ നിങ്ങളുടെ നാവിൽ. ആയിഷ നിനക്കറിയില്ല ആ ഖദീജയെക്കുറിച്ച്. ആരും തണലില്ലാത്ത നേരത്ത് ഈ ദീനിൻ്റെ പ്രബോധന പ്രവർത്തനത്തിൻ്റെ ഒന്നാമത്തെ സമയങ്ങളിൽ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും എനിക്ക് താങ്ങും തണലുമായി നിന്നവള എൻ്റെ ഖദീജ എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയോട് പറയാണ്. ആയിഷ ബീവി പോലും പേടിച്ചു പോയത് കേട്ടിട്ട്, അല്ലേ? ആ ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ചപ്പോൾ എന്തുമാത്രം സങ്കടമായിരുന്നു. സഹോദരിമാരെ, അങ്ങനെയാകാൻ കഴിയണം. ആ നിലക്ക് ഭർത്താവിന് ഇതിനൊന്നും കുറേ സമ്പത്ത് ചെലവഴിക്കേണ്ട ആവശ്യമില്ല, ഇതിനൊന്നും കുറേ അധ്വാനിക്കേണ്ട ആവശ്യമില്ല. ഭർത്താവ് നല്ലതായ കാര്യങ്ങളൊക്കെ ഉപദേശിക്കുമ്പോൾ അത് കേട്ടനുസരിച്ച് ആ ഭർത്താവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കാൻ, അല്ല അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കാൻ ഒരു പെണ്ണിന് കഴിഞ്ഞാൽ അതോടുകൂടി ആ പെണ്ണ് സ്വർഗത്തിലാണ് എന്ന മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്തിനു നോക്കി നിങ്ങൾ ഭർത്താവുമായി ബന്ധപ്പെട്ട്, ഭർത്താവിനോടുള്ള അനുസരണയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോഴൊക്കെ പ്രതിഫലം പറയുന്നത് സ്വർഗ. എന്തുകൊണ്ടാ? ചിലപ്പോൾ ദുനിയാവിൽ അതിൻ്റെ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഭർത്താവിൻ്റെ കുടുംബങ്ങളിൽ നിന്ന്, തൻ്റെ തന്നെ ജ്യേഷ്ഠത്തിമാരിൽ നിന്ന്, അനുജത്തിമാരിൽ നിന്ന് നീ ഇത്രയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല, നിന്റെ കുറച്ച് കൂടിപ്പോയി, പല നിലക്കുള്ള പ്രയാസങ്ങൾ വന്നേക്കാം. അല്ല, എന്തിനാ ഒരു ഭാര്യ ഭർത്താവിനെ അനുസരിക്കുന്നത്? അയാൾ എന്നെ കല്യാണം കഴിച്ചു പോയി എന്നതുകൊണ്ടല്ല, ഈ ഭർത്താവിനെ അള്ളാഹ് എനിക്ക് വിധിച്ചതാ. എനിക്ക് സ്വർഗം ലഭിക്കണമെങ്കിൽ ഈ ഭർത്താവിൻ്റെ തൃപ്തി മതിയായേ പറ്റൂ. കടമകളെക്കുറിച്ച് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ ഹദീസ് മാത്രം പോരെ.
ലോകത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലൗ കുന്തു ആമുറൻ അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ. ലോകത്ത് ആരോടെങ്കിലും ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ, ലൗ കുന്തു ആമുറൻ അഹദൻ, ഒരാളോടെങ്കിലും ഞാൻ കൽപ്പന നടത്തുമായിരുന്നുവെങ്കിൽ, അൻ യസ്ജുദ ലി അഹദിൻ, മറ്റൊരാൾക്ക് സുജൂദ് ചെയ്യാൻ, ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ, ഭാര്യയോട് ഞാൻ പറയുമായിരുന്നു തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യണമെന്ന് ഞാൻ പറയുമായിരുന്നു എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്തുകൊണ്ടാണ് പറയാത്തത്? അള്ളാഹുവിൻ്റെ മുമ്പിലല്ലാതെ ഒരടിമ തൻ്റെ നെറ്റിത്തടം വെക്കാൻ പാടില്ല. അനുവാദം നൽകപ്പെടുമായിരുന്നുവെങ്കിൽ ഭർത്താവിൻ്റെ മുമ്പിൽ ഭാര്യയോട് സുജൂദ് ചെയ്യാൻ ഞാൻ പറയുമായിരുന്നുവെന്ന് പറയുമ്പോൾ എത്രത്തോളം ഭർത്താവിനോടുള്ള അനുസരണ കാണിക്കേണ്ടതുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത്ര കടമകളും കടപ്പാടുകളും ഭാര്യമാർ ഭർത്താക്കന്മാരോട് ചെയ്യണമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എവിടെയും ശൈത്താൻ വരും, എവിടെയും ഈ നിലക്കുള്ള ഇബ്ലീസുകൾ വരും. നീ ഈ നിലക്കൊന്നും വേണ്ട, എൻ്റെ ഭർത്താവിനോട് ഞാൻ അങ്ങനെയൊന്നല്ലല്ലോ, എൻ്റെ ഭർത്താവിനോട് ഞാൻ ഇങ്ങനെയൊന്നും പെരുമാറുന്നില്ലല്ലോ, നിന്റെ എന്താ കുറച്ച് കൂടുതൽ എന്നൊക്കെ നിലയിൽ ആ നിലക്ക് ഭർത്താവിൽ നിന്ന് ഭാര്യ അകറ്റുന്ന ആണുങ്ങളുമുണ്ട്, പെണ്ണുങ്ങളുമുണ്ട്, കുടുംബക്കാരിലുമുണ്ട്, സുഹൃത്തുക്കളിലുമുണ്ട്. ഈ സമുദായത്തിൽപ്പെട്ടവരല്ല എന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരക്കാരെ കുറിച്ച് പറഞ്ഞത് അല്ലേ, ലൈസ മിന്നാ മൻ ഖബ്ബബ ഇംറഅതൻ അലാ സൗജിഹാ ഔ അബ്ദൻ അലാ സയ്യിദി. യജമാനനിൽ നിന്ന് അടിമയെ അകറ്റുന്ന ആളുകൾ, ഭർത്താവിൽ നിന്ന് ഭാര്യയെ അകറ്റുന്ന ആളുകൾ, ലൈസ മിന്നാ, നമ്മളിൽപ്പെട്ടവനല്ല എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നല്ലപോലെ ജീവിക്കുന്ന കുടുംബ, ഭാര്യയും ഭർത്താവ്, അതിൽ ഒരു ചെറിയൊരു അസ്വാരസ്യങ്ങളുണ്ടായി, ചെറിയ പ്രശ്നങ്ങളുണ്ടായി, അവിടെ കയറിയിട്ട് ഈ പെണ്ണ് മറ്റേ പെണ്ണിനോട് പറഞ്ഞു കൊടുക്കുക, നീ വിട്ടുകൊടുക്കണ്ട കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാ, ചാനലുകാർ വരും, അതേപോലെ പാർട്ടിക്കാർ വരും, എന്നിട്ട് പറയും അല്ലേ, വിട്ടുകൊടുക്കാൻ പാടില്ല, സ്ത്രീകൾ അത്ര മോശമാകാൻ പാടില്ല, അയാളൊരു പാഠം പഠിപ്പിക്കണം, അയാൾക്ക് കുറച്ച്, അല്ലെങ്കിലേ നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ അയാൾക്ക് ഈ സ്വഭാവമുണ്ട്, അതുകൊണ്ട് ഇത്തിരി അങ്ങനെ നിൽക്കട്ടെ. ഇതാ പലപ്പോഴും മധ്യസ്ഥന്മാരെന്ന റോളുകളിൽ വരുന്ന ആളുകൾ പറയുന്നത്. എന്നിട്ടോ ആ തെറ്റി നിൽക്കുന്ന രണ്ടാളുകളെയും വ്യത്യസ്ത വീടുകളിൽ കൊണ്ടുപോയി അവർക്ക് സൽക്കാരങ്ങൾ നടത്തി, അവർക്ക് പല നിലക്കുള്ള വിരുന്നുകളും കൊടുത്ത് അവരോട് പറഞ്ഞു കൊടുക്കുക, നിന്റെ കൂടെ ഞങ്ങളുണ്ട് അല്ലേ, തമ്മിൽ തെറ്റിക്കാനേ. ആ നിലക്ക് ആളുകൾ പറയുന്നു. പക്ഷേ മൂന്നാമത്തെ കക്ഷി അതല്ല ചെയ്യേണ്ടത്. പിണങ്ങിക്കഴിയുന്ന ഭർത്താവിനെയും ഭാര്യയെയും കളവ് പറഞ്ഞൊരൽപ്പം അതിശയോക്തി നിറഞ്ഞ സംസാരങ്ങൾ നടത്തിയിട്ടെങ്കിലും അകന്നു പോകുന്നവരെ പരസ്പരം അടുപ്പിക്കാനാ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് സ്നേഹിക്കുന്നവരെ അകറ്റാനാ ആളുകൾ പല ശ്രമങ്ങളും നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൈസ മിന്നാ മൻ ഖബ്ബബ ഇംറഅതൻ അലാ സൗജിഹാ, ഭർത്താവിൽ നിന്ന് ഒരു ഭാര്യയെ പലതും പറഞ്ഞ് അകറ്റുന്ന വ്യക്തികൾ ഈ സമുദായത്തിൽപ്പെട്ടവരല്ല. ഇത് ഭർത്താവിൻ്റെ ഉമ്മയും ഇതിൽപ്പെടും, ഭാര്യയുടെ ഉമ്മയും ഇതിൽപ്പെടും. രണ്ട് ടീമാണല്ലോ ഇതൊക്കെ ചെയ്യുക അല്ലേ. തമ്മിൽ ചെറിയ പ്രശ്നം ഉണ്ടായാൽ ഭർത്താവിൻ്റെ കുടുംബക്കാരൊരു ഭാഗത്ത്, ഭാര്യേൻ്റെ കുടുംബക്കാരൊരു ഭാഗത്ത്. എന്നാൽ ഈ രണ്ടാളുകളും ഒന്ന് ഇവരറിയാതെ, ഭാര്യയും ഭർത്താവും അറിയാതെ ഒരു സംഭാഷണം നടത്തിയിട്ട് ഇവരെ ഒന്നിപ്പിക്കാനല്ല നോക്കുക അല്ലേ. അവരിങ്ങോട്ട് വരട്ടെ, അല്ലെങ്കിൽ അവർ അങ്ങോട്ട് വരട്ടെ, ഈ നിലക്ക് വാശിയാണ് അല്ലേ. ഒരമണിക്കൂർ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമായിരിക്കും. എത്ര ഊതി വലുതാക്കി, എത്ര ത്വലാക്കുകൾ നടക്കുന്നു. ത്വലാക്ക് നടത്തിയിട്ട് 1-2 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഫോൺ ചെയ്ത് ചോദിക്കുകയാണ്. എത്രയോ ആളുകൾ ചോദിക്കുന്നു അങ്ങനെ. ആ പെണ്ണിനെ തിരിച്ചെടുക്കാൻ പറ്റുമോ? ആ പെണ്ണിനെ തിരിച്ചെടുക്കാൻ പറ്റുമോ? ഒരു ദേഷ്യത്തിൻ്റെ പേരില ഈ ത്വലാക്ക് നടക്കുന്നത് അല്ലേ. മക്കൾക്ക് ഉമ്മയെയും ഉപ്പയെയും ഒന്നിച്ച് വിളിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരുന്നു. സഹോദരിമാരെ, നിങ്ങളാണ് ഇത്തരം വിഷയങ്ങളിൽ ഏറെ ശ്രദ്ധിക്കേണ്ടത് എന്നതാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഒരു ഭർത്താവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു, അങ്ങനെ അനുവാദം ലഭിക്കുന്നുവെങ്കിൽ എന്ന് റസൂലുള്ളാഹി പറഞ്ഞുവെങ്കിൽ, നേരെ വിപരീതമായിട്ട് മറ്റൊരു ഹദീസ് കൂടി നാം മനസ്സിലാക്കണം. ഇഹ്നാനി ലാ തുജാവിദു സ്വലാത്തുഹുമാ റൂസഹുമാ, രണ്ടാളുകളുടെ നിസ്കാരം തലക്ക് മീതെ ഉയർത്തപ്പെടുന്നതല്ല. ആരാണത്? അബ്ദുൻ ആബിക്കും മിൻ മവാലി, യജമാനിൽ നിന്ന് ഓടിപ്പോയ അടിമയുടെ ഒരു നിസ്കാരോ തലക്ക് മുകളിലേക്ക് ഉയരൂല. രണ്ടാമതോ ആ
അടിമ മടങ്ങിയ യജമാനിലേക്ക് എത്തുന്നത് വരെ. നിസ്കാരം രണ്ടാമത് ഉയർത്തപ്പെടാത്ത വ്യക്തി ആരെന്നറിയോ? ഒരു പെണ്ണ. ഒരു പെണ്ണിൻ്റെ നിസ്കാരം ഒരിക്കലും തലക്ക് മുകളിലേക്ക് ഉയരൂല, ആകാശലോകത്തേക്ക് എത്തൂല. എന്താണ് ആ പെണ്ണിൻ്റെ പ്രത്യേകത? ആസത്ത് സൗജഹ ഹത്താ തർജിഅ. ഭർത്താവിനെ ധിക്കരിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ പെണ്ണ. തിരിച്ചാ വീട്ടിലേക്ക് ഭർത്താവിൻ്റെ റൂമിലേക്ക് ആ പെണ്ണ് വരുന്നത് വരെ എത്ര നമസ്കരിച്ചാലും ആ പെണ്ണിനെ അള്ളാഹ് പരിഗണിക്കൂല. അത്ര ഗൗരവമുണ്ട് വിഷയം. ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ കുടുംബത്തിൽ അറിയിക്കണം. സഹോദരിമാരെ പഠിക്കണം. അറിവില്ലായ്മ കൊണ്ട് അബദ്ധങ്ങൾ വന്നു പോകുന്നു. ഗഫൂറും റഹീമുമായ നാഥനോട് നാം പറയുക, പൊറുക്കണേ റബ്ബേ, അറിയാത്തത് കൊണ്ട് പറ്റിപ്പോകുന്നതാ. എന്താ ഗൗരവം? 5 നേരത്തെ നമസ്കാരം പടച്ച റബ്ബിന്റെ അടുക്കലേക്ക് ഉയർന്നു പോകുന്നില്ല. ഒരു തെറ്റേ ഈ പെണ്ണ് ചെയ്തിട്ടുള്ളൂ. ഭർത്താവിനോട് നന്ദി കേട് കാണിച്ച്, ധിക്കാരം കാണിച്ച് തൻ്റെ റൂം വിട്ട് പുറത്തേക്ക് പോയ പെണ്ണാണിത്. അല്ലേ? എവിടേക്കെങ്കിലും പോകുകയാണ്, അല്ലേ? എനിക്ക് വേണ്ട, അവസാനിപ്പിക്കുന്നു എന്നൊക്കെ നിലയുള്ള സംസാരങ്ങളായിരിക്കും പലരും പറയുന്നത്. എവിടേക്കാ പോകുന്നത്? പോയിട്ട് നിസ്കരിക്കോ? പോയിട്ട് ഇസ്ലാമികപരമായ കർമ്മങ്ങൾ ചെയ്യോ? എന്തിനാ ചെയ്യുന്നത്? അള്ളാന്റെ സ്വർഗം കിട്ടാൻ. സ്വർഗം കിട്ടണമെങ്കിൽ അള്ളാഹ് സ്വീകരിക്കണ്ടേ ഈ നമസ്കാരങ്ങൾ, അല്ലേ? എപ്പോഴാ സ്വീകരിക്കുന്നത്? തിരിച്ചാ ഭർത്താവിൻ്റെ വീട്ടിലേക്ക്, ഭർത്താവിൻ്റെ അടുക്കലേക്ക് വന്ന് പറയുന്നത് വരെ അള്ളാഹ് നിന്റെ നിസ്കാരം സ്വീകരിക്കൂല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമ്മുടെ പെങ്ങന്മാർ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ പെണ്ണിനോട്, ആ പെങ്ങളോട് സ്നേഹം കാണിക്കാൻ എന്ന പേരിൽ ആ പെണ്ണിനെ പ്രോത്സാഹിപ്പിക്കല്ല വേണ്ടത്. നിന്നോട് ഞാൻ സംസാരിക്കണമെങ്കിൽ ആ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് നീ പോയിക്കോ, നീ അവിടേക്ക് പോകണം, എന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ആ ചങ്കൂറ്റത്തോടുകൂടി സംസാരിക്കുന്ന ആങ്ങളമാരുണ്ടാകണം, സംസാരിക്കുന്ന ഉപ്പമാരുണ്ടാകണം. എങ്കിലേ ഈ നിലക്കുള്ള കുടുംബജീവിതത്തിൽ ഒരു സ്വസ്ഥതയുണ്ടാവുകയുള്ളൂ. ഇതോ പെണ്ണിൻ്റെ കുടുംബക്കാര്, പെണ്ണിൻ്റെ ആളുകൾ ആ പെണ്ണിന് വേണ്ട എല്ലാ നിലക്കുള്ള വളവും വെള്ളവും നൽകുകയാണ്. പിന്നെ എങ്ങനെയാ ആ കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാകുക? അല്ലേ? ഭാര്യ എന്ത് പറയുമ്പോഴും അത് കേട്ട് അതിനനുസരിച്ച് നിലപാടെടുക്കുന്ന ഭാര്യയുടെ കുടുംബക്കാരുണ്ടാകുന്നു. നമ്മൾ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മൾ ആരും അങ്ങനെ ആകരുത്. അല്ലാഹു തആല നമ്മെ കാക്കുമാറാകട്ടെ. ഇതാണ് കുടുംബജീവിതത്തിലെ സ്വസ്ഥതയ്ക്ക് വേണ്ടി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദരിമാരോട് പറയുന്നത്. ഇനി എത്രത്തോളമുണ്ട്? അള്ളാഹുവിൻ്റെ റസൂൽ തന്നെ പറയട്ടെ, അല്ലേ? പുറത്തേക്ക് പോകും, വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ പോലും ഭർത്താവിന് അനുവാദം ചോദിക്കണം. ഫ്ലാറ്റാണ്, പ്രവാസികൾ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നു. ഭർത്താവിൻ്റെ റൂം വിട്ട് അപ്പുറത്തെ റൂമിലേക്ക് പോകണമെങ്കിൽ ഭർത്താവിൻ്റെ ഒരു പൊതുവായ അനുവാദമുണ്ടെങ്കിൽ പോകാം. ഓരോ പോക്കിനും അനുവാദം ചോദിക്കണമെന്നില്ല. നീ ആ റൂമുകളിലേക്ക് നീ പോയിക്കോ, കുഴപ്പമില്ലെങ്കിൽ പോകാം. നേരെ മറിച്ച് ഭർത്താവിനോട് ഒരു നിലക്കുള്ള സമ്മതം ചോദിക്കാതെ വീട് വിട്ട് പുറത്തു പോകരുത്. എവിടെ വരെ? അള്ളാഹിൻ്റെ പള്ളിയിലേക്ക് പോകുമ്പോൾ പോലും ഭർത്താവിൻ്റെ അനുവാദം വേണ്ടേ? അല്ലേ? നമ്മളൊക്കെ കേൾക്കാറുണ്ട് ഹദീസുകൾ. അള്ളാഹുവിൻ്റെ അടയാത്തികളെ, അള്ളാഹുവിൻ്റെ സ്ത്രീകളെ നിങ്ങൾ പള്ളിയിൽ നിന്ന് തടയരുത്. എപ്പോഴാ ഹദീസിൻ്റെ ആദ്യ ഭാഗം? അല്ലേ? നിങ്ങളോട് ഭർത്താവിനോട് അനുവാദം ചോദിക്കുന്ന നേരത്താ. പള്ളിയിൽ പോകുമ്പോൾ പോലും അനുവാദം ചോദിക്കണം എന്നാണ് പറഞ്ഞത്. ഇതാരോ ഫോൺ ചെയ്യാണ്, ഞാൻ അവിടേക്ക് നെസ്റ്റോക്ക് പോകുന്നുണ്ട്, ഞാൻ പാണ്ടക്ക് പോകുന്നുണ്ട്, ഞാൻ ആ നിലക്ക് ഓരോന്നും വാങ്ങിക്കൂട്ടാൻ വേണ്ടി പോകുന്നു, നീ പോയിരുന്നോ? അല്ലേ? എന്താ ഭാര്യ പറയുന്നത്? എന്താ ഈ പെണ്ണ് പറയുന്നത്? എത്രയാ സമയം നീ പോകുന്നത്? ഈ സമയം. ആ സമയത്ത് പോകണ്ട, ഇന്ന സമയത്താണെങ്കിൽ ഞാനുണ്ട്. കാരണം എൻ്റെ ഭർത്താവ് ജോലിക്ക് പോയി അതിനിടയ്ക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമുക്ക് ആ സമയത്ത് പോകുകയാണെങ്കിൽ ഞാനും നിൻ്റെ കൂടെ വരാം. അല്ലേ? ഈ നിലക്ക ഷോപ്പിങ്ങിന് പോകുന്നത്. നാട്ടിലുള്ള ഭാര്യമാർ അങ്ങനെയാകട്ടെ, അല്ലേ? നാട്ടിലുള്ള ഭാര്യമാർ ഭർത്താവ് അറിയാതെയാ പല വീടുകളിലും പല പ്രോഗ്രാമുകൾക്കും പോകുന്നത്. അവസാനം നാട്ടുകാർ പറഞ്ഞിട്ടാ ഭർത്താവ് അറിയും, നിന്റെ പെണ്ണിനെ അവിടെ കണ്ടിട്ടുണ്ടല്ലോ, അല്ലേ? നിന്റെ പെണ്ണിനെ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. അതേപോലെ പല വീടുകളിലെ കല്യാണ സീഡുകൾ ഗൾഫിൽ നിന്ന് കൂട്ടുകാരെടുത്ത് കാണേണ്ടി വരുമ്പോഴാ ഭർത്താവിൻ്റെ വിലക്കുള്ള വീടുകളിൽ പോലും പലപ്പോഴും തൻ്റെ ഭാര്യയെ ഭർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നില്ലേ പ്രിയപ്പെട്ടവരെ? മക്കളെപ്പോലും വളർത്തേണ്ട സമയത്ത് നാം വളർത്തുന്നില്ല എങ്കിൽ, ആ നിലയ്ക്ക് നാം കടിഞ്ഞാനിടുന്നില്ല എങ്കിൽ നാളെ നമ്മുടെ കുടുംബത്തിലേക്കും അപകടങ്ങൾ വന്നു പോകുമോ എന്ന് പ്രിയപ്പെട്ടവരെ നാം ഭയക്കേണ്ടതുണ്ട്.
അതുകൊണ്ട് തന്നെ സ്ത്രീകൾ മനസ്സിലാക്കണം, ലാ യഹില്ലു ലിംറഅത്തിൻ അൻ തസൂമ വസൗജുഹാ ഷാഹിദ്. ഭർത്താവ് നാട്ടിലുണ്ടായിരിക്കെ, അടുത്തുണ്ടായിരിക്കെ ഒരു പെണ്ണ് സുന്നത്ത് നോമ്പെടുക്കാൻ പാടില്ല. ഇല്ലാ ബിഇദ്നി, ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ. നോക്കൂ നിങ്ങൾ, ഒരു സുന്നത്ത് നോമ്പെടുക്കണമെങ്കിൽ ഭർത്താവിൻ്റെ അനുവാദം വേണം ഭാര്യയ്ക്ക്. അതെന്തുകൊണ്ടാ? ആ ഭർത്താവിന് പല ആവശ്യങ്ങളും ഉണ്ടാകും. ആ ആവശ്യങ്ങൾ ഈ ഭാര്യയുടെ നോമ്പ് കൊണ്ട് തടസ്സമാകാൻ പാടില്ല. ഭാര്യമാര് പാലിച്ചേ മതിയാകൂ. ഭർത്താവിൻ്റെ സമ്മതത്തോടു കൂടി മാത്രമേ എടുക്കാൻ പാടുള്ളൂ. വലാ തഅ്ദന ഫീ ബൈത്തി ഇല്ലാ ബിഇദ്നി, ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ വീട്ടിലൊരാളെ പ്രവേശിപ്പിക്കാനും പാടില്ല. സ്വന്തം ബാപ്പാനെ പോലും ഒരു പെണ്ണ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കണമെങ്കിൽ ഭർത്താവിന് അനുവാദം വേണം. ഭർത്താവിന് ഇഷ്ടമില്ലേ പ്രവേശിപ്പിക്കാൻ പാടില്ല. ഭർത്താവിൻ്റെ വിരിപ്പിൽ ഇരുത്താൻ പാടില്ല. ഭർത്താവിൻ്റെ പ്രത്യേകമായ കസേരയിൽ ഇരുത്താൻ പാടില്ല ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ. ഇതൊക്കെ നമ്മൾ പാലിക്കേണ്ട മര്യാദയാ, ഒരു മുസ്ലിം വീട്ടിലുണ്ടാകേണ്ട മര്യാദയാ, അല്ലേ? നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ആയിരിക്കണം. എല്ലാവരെയും വീട്ടിലേക്ക് കയറ്റിയിരുത്തുക. ഭർത്താവ് വരുമ്പോഴത് അറിയുന്നത്, ചോദിക്കണം, ഇന്ന് ആളുകൾ ഫോൺ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ വീട്ടിലേക്ക് അതിഥികളായിട്ട് വരാൻ ഇഷ്ടാണോ? ഭർത്താവിൻ്റെ സാഹചര്യം പല നിലക്കും പല അവസ്ഥകളായിരിക്കും. ഈ സാഹചര്യത്തിൽ വേണ്ടെന്ന് പറയുമ്പോൾ വേണ്ട. എന്തുകൊണ്ട്? അവിടെയാ പിന്നെ തർക്കം തുടങ്ങുക. എന്തുകൊണ്ട് പാടില്ല? ഞാൻ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് സമ്മതമില്ല. ഈ നിലക്കുള്ള തർക്കങ്ങൾ അവിടെ പ്രശ്നങ്ങളിലേക്ക് എത്തുന്നു. സഹോദരിമാരെ, ആ നിലക്കുള്ള ഒരു എതിർത്തിട്ടുള്ള ചോദ്യം മനുഷ്യന്റെ മനസ്സിനെ ചൊറിയുന്ന നിലക്കുള്ള ഇത്തരം ചോദ്യങ്ങൾ ഒരാളും ഇഷ്ടപ്പെടില്ല. നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലല്ലോ സഹോദരിമാരെ, അതുപോലെ നിങ്ങളും മനസ്സിലാക്കുക, ഭർത്താക്കന്മാരും ആ നിലക്കുള്ള സംസാരങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. ഭർത്താവിനെ തൃപ്തിപ്പെടുത്താനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഭർത്താവിന് ഇഷ്ടമില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ആളുകളെയൊക്കെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കും, അവരൊക്കെ വന്നാലെന്താ എന്നുള്ള നിലക്കല്ല. പരമാവധി ഭർത്താവിനെയാണ് സഹോദരിമാരെ സന്തോഷിപ്പിക്കേണ്ടത്. അതുകൊണ്ടല്ലേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും ഏറ്റവും കൂടുതൽ ഒരു പെണ്ണ് അണിഞ്ഞൊരുങ്ങേണ്ടത് ഭർത്താവിൻ്റെ മുമ്പിലാണ്. ഏറ്റവും കൂടുതൽ. ഇന്ന് നേരെ വിപരീത. എന്തും അങ്ങനെ തന്നെ. ഇസ്ലാമിൻ്റെ എല്ലാ നിയമവും അങ്ങനെ തന്നെയാണ്. ആണുങ്ങളോട് നിര്യാണിക്ക് താഴെ വസ്ത്രം പോകാൻ പാടില്ലെന്ന് പറഞ്ഞു. ആണുങ്ങൾ പുരുഷന്മാർ നിലത്തുകൂടെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നു. പെണ്ണിനോട് കാലിൻ്റെ വിരൽ പോലും ഔറത്ത, കാല് മുഴുവനും മറയണം, ആ നിലയ്ക്ക് വസ്ത്രം ധരിക്കണമെന്ന് പറയുന്നു. പെണ്ണിൻ്റെ ചുരിദാർ അത് നെരിയാണിക്ക് മുകളിൽ അവസാനിച്ചു കൊണ്ടേയിരിക്കുന്നു. നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാല് മുഴുവനും പുറത്ത് കാണുന്നു. ഏത് നിയമവും നേരെ തിരിച്ചും മറിച്ചാണ് അല്ലേ ആളുകളൊക്കെ മനസ്സിലാക്കുന്നത്. ഇതുപോലെ തന്നെ പെണ്ണിനോട് പറയാണ്, അണിഞ്ഞൊരുങ്ങേണ്ടത് ഭർത്താവിൻ്റെ മുമ്പിലാണ്. ഇത് പറയുമ്പോൾ ഈ ക്ലാസ് കേൾക്കുന്ന സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, ബൈലക്സിലൂടെ കേൾക്കുന്ന KNM ഓൺലൈൻ റൂമിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളുണ്ട്, റേഡിയോയിലൂടെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളുണ്ട്. എല്ലാവരോടുമാണ് ഉണർത്തുന്നത്, നമ്മുടെ കുടുംബം ഒരു ദിവസമെങ്കിലും ഇങ്ങനെ ആയിട്ടുണ്ടോ എന്ന് ഞാനും നിങ്ങളും എല്ലാവരും ആലോചിക്കണം. ഏറ്റവും കൂടുതൽ നമ്മുടെ മുമ്പിലേക്ക് ഭാര്യ അണിഞ്ഞൊരുങ്ങി വന്നിട്ടുണ്ടോ? സഹോദരി, നീ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അല്ലേ? ഒരു ക്ലാസ്സിക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഒരുങ്ങും, ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഒരുങ്ങും. പോട്ടെ, ഒരു രോഗിയെ കാണാൻ വേണ്ടി പോകുമ്പോൾ ഭാര്യ അപ്പുറത്തെ വീട്ടിലേക്ക് ഓടിപ്പോകുക. എന്തിനാ? കഴുത്തിൽ മാലയില്ല, ആ മാല കുറഞ്ഞു പോയിട്ട് ആ അസുഖങ്ങാനും ഭേദമാകാതിരുന്നാലോ എന്ന് പേടിച്ചതുപോലെയാ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് മാല പോയി കടം വാങ്ങുന്നത്. അല്ലേ? ആർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്? പ്രിയപ്പെട്ടവരെ, ഭർത്താവിൻ്റെ മുമ്പിലോ? ഞങ്ങളുടെയൊക്കെ നാട്ടിൽ മാക്സി എന്ന് പറയൂ, ഓരോരോ നാട്ടിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല. അതെപ്പോഴാണെങ്കിലും ആ ഡ്രസ്സ് തന്നെ. അതിന് കീറ് സംഭവിച്ചാലും ശരി, അവിടെ മത്തി മുറിക്കാൻ നോക്കുമ്പോൾ ഈ ഡ്രസ്സ് തന്നെ, അടുക്കളയിലും ഈ ഡ്രസ്സ് തന്നെ, അവസാനം ബെഡ്റൂമിൽ വന്ന് നോക്കുമ്പോൾ ഈ ഡ്രസ്സ് തന്നെ. ഈ ഭർത്താവ് ഒന്ന് പുറത്തിരിക്കുമ്പോൾ തൻ്റെ അയൽപക്കത്തുള്ള കല്യാണത്തിൽ തൻ്റെ ഭാര്യ മറ്റുള്ള മറ്റുള്ള സ്ത്രീകളോടൊപ്പം പോകുന്നത് കാണുമ്പോൾ ഈ ഭർത്താവിന് മനസ്സിലാകുന്നില്ല തൻ്റെ ഭാര്യ ഇതിൽ ഏതാണ്, അത്ര അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട്. അല്ലേ? പല കുടുംബങ്ങളിലും ഇതാ സംഭവിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ നിങ്ങൾ, ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള വസ്ത്രം എവിടെ ധരിക്കുന്ന വസ്ത്രത്തിനാ? ബെഡ്റൂമിൽ ധരിക്കുന്ന വസ്ത്രത്തിനാ. ബെഡ്റൂമിൽ ഭർത്താവിൻ്റെ മുമ്പിൽ ധരിക്കുന്ന വസ്ത്രത്തിനാ. നമ്മുടെ നാട്ടിലോ ആ വസ്ത്രം വേണം, ഈ വസ്ത്രം വേണം, അല്ലേ? അലക്കാൻ പറ്റാത്തത്, അതേപോലെ തന്നെ ഭാരിച്ച 5 അക്ക സംഖ്യയുള്ള വസ്ത്രങ്ങൾ പോലും ധരിക്കുന്നു. ആർക്ക് വേണ്ടി? ഭർത്താവിൻ്റെ മുമ്പിൽ അണിയാൻ വേണ്ടിയിട്ടാണോ? ഭർത്താവ് കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല അത്.
ഒക്കെ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഭർത്താവിൻ്റെ മുമ്പിലേക്ക് ഈ നിലക്കുള്ള നാറുന്ന വസ്ത്രങ്ങളുമായിട്ട് വരുന്ന ഭാര്യമാരുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങനെയല്ല പെണ്ണെ, ഒരു നല്ല ഭാര്യയാകണം നീ. നല്ല വസ്ത്രം, നിന്റെ വസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ള വസ്ത്രം അത് നീ ബെഡ്റൂമിൽ ധരിക്കുന്ന വസ്ത്രത്തിനായിരിക്കണം. ഭർത്താവിന് മുഷിപ്പുണ്ടാക്കരുത്. ജീവിതത്തിൽ ഒരു തവണ ഒരു മുഷിപ്പ് സംഭവിച്ചാൽ മതി, ഒരിക്കലും മറന്നു പോകൂല. പലപ്പോഴും നമ്മൾക്കുണ്ടാകുന്ന പല അനുഭവങ്ങളും അങ്ങനെയാണ്. ചില ഒരു നല്ല അനുഭവം ഉണ്ടാകും, മരണം വരെ നമ്മളത് ഓർക്കും. ഒരു ചീത്ത അനുഭവം ഉണ്ടാകും, അതും മരണം വരെ നമ്മൾ ഓർക്കും. ഇതേപോലെ ഒരു ദുർഗന്ധം മരണം വരെ ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കും. അതുകൊണ്ട് പെണ്ണെ, നിന്റെ വസ്ത്രം നന്നാക്കണം. ഇതും പ്രിയപ്പെട്ടവരെ, മുൻഗാമികളായ ഉമ്മമാരൊക്കെ തങ്ങളുടെ പെൺകുട്ടികൾക്ക് കല്യാണ ദിവസത്തിൻ്റെ തലേ ദിവസം ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഇന്ന് ഉപദേശിക്കാൻ നേരെയില്ലല്ലോ അല്ലേ? ഇന്ന് മൈലാഞ്ചി ഇടാനും വീഡിയോ ക്യാമറകൾ വരാനും ആ ക്യാമറയ്ക്ക് മുമ്പിൽ ഇരിക്കാനും കിടക്കാനും നടക്കാനും അതിനുള്ള സമയം എല്ലാവർക്കും. ഉപദേശിച്ചു കൊടുക്കാൻ എവിടെ നേരം അല്ലേ? ആ നിലക്ക് പറഞ്ഞു കൊടുക്കണം. ഒരിക്കലും തങ്ങളുടെ മോളിൽ നിന്ന്, മകളിൽ നിന്ന്, പെങ്ങളിൽ നിന്ന്, അതേപോലെ തന്നെ സഹോദരിമാരെ നിങ്ങളിൽ നിന്ന് ഭർത്താവിനൊരു ദുർഗന്ധം നമിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അണിഞ്ഞൊരുങ്ങുക, പരമാവധി അണിഞ്ഞൊരുങ്ങി ഭർത്താവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ കഴിയണം. അതിനുള്ള വസ്ത്രങ്ങൾ എന്തും നിങ്ങൾക്ക് ധരിക്കാം, എല്ലാ ഫാഷനും നിങ്ങൾക്ക് ധരിക്കാം നിങ്ങളുടെ ഭർത്താവിൻ്റെ മുമ്പിൽ. നേരെ മറിച്ചോ, അയ്യുമംറഅത്തിൻ ഇസ്തഅതറത് ثم مرت على قوم ليجدوا ريحها فهي زانية فهي زانية فهي زانية. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത റസൂലുള്ളാഹി എന്താ പറയുന്നത്? ഒരു പെണ്ണ് പുറത്തേക്കിറങ്ങുമ്പോൾ പുറത്തേക്ക് സ്മെല്ലടിക്കുന്ന സുഗന്ധം ഉപയോഗിച്ചു, ഒരു അത്തർ പുരട്ടി, ഒരു സ്പ്രേ അടിച്ചു, അതിൻ്റെ വാസന പുറത്തു വരികയാണ്. ആളുകൾ ഇത് അറിയട്ടെ. ഇതാരാ ചെയ്യുക? അങ്ങാടികളിൽ, മാർക്കറ്റുകളിൽ കാണുന്ന വേശ്യകളാണിത് ചെയ്യുന്നത്. തന്നിലേക്ക് ആളുകൾ ആകർഷിക്കാൻ, തന്നിലേക്ക് വരാൻ തെരുവോരങ്ങളിൽ നിൽക്കുന്ന, പാതിരാ നേരങ്ങളിൽ തൻ്റെ മാംസം വിറ്റ് ശരീരം വിറ്റ് ജീവിക്കുന്ന അങ്ങാടിയിലെ തേവിടിശുകളായ പെണ്ണുങ്ങളില്ലേ, ആ പെണ്ണിനോട് റസൂലുള്ളാഹി ഉപമിക്കുകയാണ് ഒരു ഭാര്യയെക്കുറിച്ച്, ഒരു പെണ്ണിനെക്കുറിച്ച്. ആ പെണ്ണ് പുറത്തു പോകുമ്പോൾ പുറത്തേക്ക് സ്മെല്ലടിക്കുന്ന, സുഗന്ധം പൂശിയിട്ട് പോകുന്ന പെണ്ണ, ഫഹിയ സാനിയ, അവൾ വേശ്യ. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ല. ആ റസൂലുള്ളാഹി പറയുന്നത് വേശ്യ എന്ന പദപ്രയോഗം, സാനിയ എന്ന പദപ്രയോഗം. എന്തുകൊണ്ട്? ഇത് സഞ്ചരിക്കുന്ന വേശ്യ, ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് അല്ലേ? മറ്റേ പെണ്ണോ, വേശ്യപ്പെണ്ണോ ശരീരം വിൽക്കുന്നു പണത്തിന് വേണ്ടി. ഈ പെണ്ണ് ആളുകളോട് പറയാണ്, ഫ്രീ ആയിട്ട് കണ്ടോ അല്ലേ, ഫ്രീ ആയിട്ട് ധരിച്ചോ. പർദ്ദ പോലും പ്രിയപ്പെട്ടവരെ ഒരു നെറ്റായി മാറിയിട്ടുണ്ട്. പർദ്ദ അതൊരു വലയാ അല്ലേ? നമ്മളൊക്കെ മാർക്കറ്റുകളിൽ കാണാറില്ലേ, ഫ്രൂട്ട് സ്റ്റാളുകളിലൊക്കെ കാണാറുണ്ട്, ഒരു ചെറിയ വല വിരിക്കുന്നു. എന്തിനാ? മറച്ചിട്ടുണ്ട് എന്ന ഉള്ളിലുള്ളതൊക്കെ കാണുകയും ചെയ്യും. ഇതുപോലത്തെ പർദ്ദയുടെ കളറുകൾ മാറി. ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും വ്യത്യസ്ത കളറുകളാണ്. ഒരു പുരുഷന്റെ കണ്ണ് ഏതൊക്കെ ഭാഗത്ത് സഞ്ചരിക്കുമോ അവിടെയൊക്കെ സ്പെഷ്യൽ കളറുകളാണ്, ആകർഷിക്കപ്പെടുന്ന കളറുകൾ. ഇതാ നമ്മൾ വാങ്ങിക്കൊടുക്കുന്നത് അല്ലേ? ബോഡിയെ വരക്കുന്ന രീതിയിൽ ബോഡി ഫിറ്റ് പർദ്ദകൾ അല്ലേ? ഈ ആളുകളൊക്കെ വേശ്യ എന്ന ഗണത്തിലാണ് ഉൾപ്പെടുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വസ്ത്രം വാങ്ങിക്കൊടുക്കുന്ന ഭർത്താക്കന്മാരില്ലേ, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങൾ അനുഭവിക്കേണ്ട, നിങ്ങൾ ആസ്വദിക്കേണ്ട, നിങ്ങൾക്ക് അല്ലാഹു തന്ന ഈ ഒരു പെണ്ണിനെ നാട്ടുകാരോട് മുഴുവനും നിങ്ങൾ പറയുക, എല്ലാവരും കണ്ടോളൂ, ഇതാ എൻ്റെ സാധനം എന്ന് അല്ലേ, ഇതാ ഞാൻ അനുഭവിക്കുന്ന സാധനം എന്ന് എല്ലാവരോടും പറഞ്ഞു കൊടുക്കുക. ഒരു ഉടുപ്പും ഒരറപ്പും ഇല്ലാതെ. സഹോദരങ്ങളെ, അത് പാടില്ല. നമ്മൾ ആ നിലക്ക് പ്രിയപ്പെട്ട എല്ലാവരും സുഹൃത്തുക്കളൊക്കെ ഇത് മനസ്സിലാക്കുക. അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വേശ്യകൾ എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മുടെ ഭാര്യയാകാൻ പാടില്ല, നമ്മുടെ പെങ്ങളാകാൻ പാടില്ല, നമ്മുടെ മകളാകാൻ പാടില്ല. അതേപോലെ തന്നെ സഹോദരിമാരെ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നല്ല ഒരു ഭാര്യ, ആ ഭാര്യയുടെ കടമയെക്കുറിച്ച് പറയുമ്പോൾ അവിടുന്ന് അറിയിക്കുന്നു, ഇദാ ദഅ റജുലു സൗജതഹു ലിഹാജതിഹി ഫൽതഅതിഹി വഇൻ കാനസ് അല തന്നൂർ. ഭർത്താവ് തൻ്റെ ബെഡ്റൂമിലേക്ക്, തൻ്റെ വിരിപ്പിലേക്ക് ഒരു ഭാര്യയെ ക്ഷണിക്കുകയാണെങ്കിൽ ഫൽതഅതി, അവൾ ചെന്നേ മതിയാകും.
വ ഇൻ കാനത് അല തന്നൂർ, അവൾ അടുപ്പിങ്കലാണുള്ളതെങ്കിലും അടുക്കളയിൽ ജോലി തിരക്കിലാണെങ്കിലും ഭർത്താവ് തൻ്റെ ആവശ്യത്തിന് വേണ്ടി ഭാര്യയെ വിളിച്ചു കഴിഞ്ഞാൽ ആ ഭാര്യ പോയിരിക്കണം. അത് ഭർത്താവിനോട് ചെയ്യേണ്ട ഒരു ബാധ്യതയാണ്. നേരെ മറിച്ചോ, ഇദാ ദഅ റജുലു ഇംറഅതഹു ഇലാ ഫിറാശി ഫലം തഅതിഹി ഫബാത ളുബാന അലൈഹാ ലഅനത്ഹൽ മലായികതു ഹത്താ തുസ്ബിഹ. ഒരു ഭാര്യ തൻ്റെ ബെഡ്റൂമിൽ, ഒരു ഭർത്താവ് തൻ്റെ വിരിപ്പിലേക്ക് തൻ്റെ ഭാര്യയെ ക്ഷണിച്ചു. തൻ്റെ വിരിപ്പിലേക്ക് ക്ഷണിച്ചപ്പോൾ ഫലം തഅതി, അവൾ ചെന്നില്ല. അതെന്ത് കാരണം കൊണ്ടുമാകാം. എനിക്ക് നിസ്കരിക്കാനുണ്ട്, എനിക്ക് അന്ന് അമൽ ചെയ്യാനുണ്ട്, എനിക്ക് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ ഏത് നിലക്കാകട്ടെ, ഭർത്താവ് തൻ്റെ ആവശ്യപൂർത്തീകരണത്തിന് തൻ്റെ വിരിപ്പിലേക്ക് തൻ്റെ ഭാര്യയെ ക്ഷണിച്ചിട്ട് ആ ഭാര്യ വരാതെ ഫബാത ളുബാൻ, ആ ഭർത്താവ് ദേഷ്യത്തോടു കൂടിയാണ് ഉറങ്ങുന്നതെങ്കിൽ അലൈഹാ ലഅനത്ഹൽ മലായിക, അള്ളാഹുവിൻ്റെ എല്ലാ മാലാഖമാരുടെയും മലക്കുകളുടെയും ശാപം ഈ പെണ്ണിനുണ്ടാകും. ഹത്താ തുസ്ബിഹ, നേരം വെളുക്കുന്നത് വരെ ഈ പെണ്ണിനെ മലക്കുകൾ ശപിച്ചുകൊണ്ടേയിരിക്കും. അത്ര നിർബന്ധ ബാധ്യതയായിട്ട മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പെണ്ണിനോട് ഈ വിഷയം പറയുന്നത്. സ്വാഭാവികമായും സ്ത്രീകൾ ചോദിക്കാറുണ്ട്, അവർ സംശയങ്ങൾ ചോദിക്കാറുണ്ട്, രോഗം കൊണ്ടോ മറ്റോ കാരണങ്ങൾ. അത് സ്വാഭാവികമാണ്. അത്തരക്കാരെ കുറിച്ചല്ല പറയുന്നത്. ഒരു കോമൺ നിയമമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അനാവശ്യമായ നിലക്ക് ഒരു കാരണവും കൂടാതെ ഭർത്താവിൻ്റെ വിരിപ്പിൽ നിന്ന് മാറിക്കിടക്കുന്ന ഭാര്യ, ആ ഭാര്യ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ശാപത്തിന് വിധേയമായിട്ട് മാറുമെന്ന് അവിടുന്ന് അറിയിക്കുമ്പോൾ സഹോദരിമാരെ, ഗൗരവം എത്രയുണ്ട് എന്ന് നമ്മളാ ശ്രദ്ധിക്കേണ്ടത്. ഇതേപോലെ നല്ല ഒരു ഭാര്യയുടെ അടയാളമാണ് എപ്പോഴും സമാധാനം നൽകുന്നവരാ. കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കും ആ പെണ്ണ്. ഇല്ലാത്തത് പറഞ്ഞ് ആവലാതി പറഞ്ഞ് കുടുംബത്തിൻ്റെ സ്വസ്ഥത നശിപ്പിക്കുന്നവരല്ല, അല്ലേ? എന്താ കൂടുതൽ ഒരുപാട് ഭർത്താക്കന്മാർ എന്തുകൊണ്ട് ഭക്ഷണം പോലും പുറത്തുനിന്ന് കഴിക്കാൻ ആഗ്രഹിക്കുന്നു? എന്തുകൊണ്ട് സഹോദരങ്ങളെ പാതിരയായിട്ടും വീട്ടിലേക്ക് പോകാൻ താല്പര്യം കാണിക്കാതിരിക്കുന്നു? അല്ലേ? വീട്ടിൽ സ്വസ്ഥതയില്ല. നേരെ മറിച്ച് സമാധാനം നൽകുന്നവളായിരിക്കും ഒരു നല്ല ഭാര്യ. ആകാൻ കഴിയാറുണ്ടോ എന്ന് ഓരോ പെണ്ണും ശ്രദ്ധിക്കേണ്ടതുണ്ട്. റിയാദുസ് സ്വാലിഹീൻ, അല്ലേ? അതിൻ്റെ മലയാള പരിഭാഷ നമ്മൾക്കൊക്കെ വാങ്ങാൻ കഴിയും, ഇത് വായിക്കാനും കഴിയും. ഏറെ ഉപകാരപ്രദമാകുന്ന ഒരു ഹദീസിൻ്റെ ഗ്രന്ഥമാണ് ഇമാം നവവിയുടെ റിയാദുസ് സ്വാലിഹീൻ. അതിൽ ഒരു അധ്യായമുണ്ട്, ബാബു സ്വബർ, ക്ഷമ. ക്ഷമയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു അധ്യായത്തിൽ ഉമ്മു സലൈം റളിയല്ലാഹു അൻഹയുടെ ഒരു ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. എന്താണ്? അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഉമ്മു സലൈമിനെ കല്യാണം കഴിച്ചു. ഒരു കുട്ടിയുണ്ടായി. ആ കുട്ടിക്ക് അസുഖം ബാധിക്കുകയാണ്. ആ കുട്ടിക്ക് അസുഖം ബാധിച്ചു. അബൂ ത്വൽഹ റളിയല്ലാഹു വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. ആ കുട്ടിയാകട്ടെ രോഗിയായി കിടക്കുന്ന ആ കുട്ടി മരിച്ചു. ആ സമയത്ത് ഫഖാലത് ലി അഹ്ലിഹ, ഉമ്മു സലൈം റളിയല്ലാഹു അൻഹ കുടുംബക്കാരോടൊക്കെ പറയാണ്, ലാ തുഹദ്ദിസു അബാ ത്വൽഹത ബിബിനിഹി ഹത്താ അകൂന അന ഉഹദ്ദിസു. കുടുംബക്കാരെ, ഈ കുട്ടി മരിച്ച വിവരം എൻ്റെ ഭർത്താവ് അബൂ ത്വൽഹയോട് ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആരും പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു മുസ്ലിം. എന്തുകൊണ്ട്? അങ്ങനെ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നു. രാത്രി ഭക്ഷണം കൊടുത്തു. ആ ഭക്ഷണം കഴിച്ചു, വെള്ളം കുടിച്ചു. സുമ്മ തസന്നഅത് ലഹു അഹ്സന മാ കാനത് തസന്നഉ ഖബല ദാലിക്. അബൂ ത്വൽഹയ്ക്ക് വേണ്ടി ഈ ഉമ്മു സലൈം റളിയല്ലാഹു അൻഹ ഭാര്യയല്ലേ, ഇതുവരെ അണിയാത്ത ഒരുങ്ങാത്ത നിലക്ക് അന്നത്തെ രാത്രി ഒരുങ്ങിക്കൊടുത്തു. അങ്ങനെ ആ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു. അതേപോലെ തന്നെ ഭർത്താവിന് വേണ്ട എല്ലാം നൽകി. അങ്ങനെ എല്ലാം ഭർത്താവിന് കൃത്യമായി ലഭിച്ചു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഈ അബൂ ത്വൽഹയോട് ഭാര്യയായ ഉമ്മു സലൈം റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, അറഅയ്ത ലൗ അന്ന ഖൗമൻ അആറു ആരിയതഹും അഹ്ല ബൈത്തിൻ ഫതലബു ആരിയതഹും അലഹും അയ്യംനഉനഹും ഖാല ലാ. എല്ലാം കഴിഞ്ഞപ്പോൾ ഈ ഉമ്മു സലൈം ചോദിക്കുകയാണ്, ഭർത്താവേ അബൂ ത്വൽഹ, ഒരു ജനത നമുക്ക് അവരുടേതായ ഒരു മുതൽ കടമായിട്ട് തന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതവർ തിരിച്ചു ചോദിച്ചു. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്കത് പ്രയാസം ഉണ്ടാകുമോ? തിരിച്ചു കൊടുക്കൂലേ? അബൂ ത്വൽഹ പറഞ്ഞു, ഒരു കുഴപ്പമില്ലല്ലോ, അത് അവരുടെ വസ്തുക്കളല്ലേ, അവർ കടം തന്നതല്ലേ,
തൽക്കാലം വെക്കാൻ തന്നതല്ലേ, എന്താ കുഴപ്പം ഇതിൽ തിരിച്ചു ചോദിച്ചാൽ? ഈ മറുപടി കിട്ടിയപ്പോൾ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറയാണ്, എങ്കിൽ ഫഖാലത് ഫഹ്തസിബ് ഇബ്നക്, എങ്കിൽ അള്ള നമ്മൾക്ക് കടമായിട്ട് തന്ന ഈ മോനുണ്ടല്ലോ, ആ മോനെ അള്ള തിരിച്ചു കൊണ്ടുപോയിരിക്കുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അബൂത്തല്ല വീട്ടിൽ വന്ന് കയറിയപ്പോൾ ഉമ്മു സുലൈമിനോട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ മോൻ്റെ അവസ്ഥ എന്താ? മുസ്ലിം പറഞ്ഞു, ഹുവ അസ്കനമാക്കാൻ, നിങ്ങൾ പോകുമ്പോൾ എന്തുമാത്രം ശാന്തതയുണ്ടായിരുന്നോ അതിനേക്കാൾ ശാന്തതയിലാണിപ്പോൾ. മുസ്ലിം പറയുന്നത് മരിച്ചിട്ടുണ്ട് എന്നാ, പക്ഷെ ഭർത്താവിനെ അറിയിച്ചിട്ടില്ല അല്ലേ, ശാന്തനായി കിടക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അബൂത്തല്ല വിചാരിച്ചു കുട്ടിക്ക് നല്ല സുഖമായിട്ടുണ്ട് എന്ന്. നിങ്ങൾ പോകുമ്പോൾ ഉള്ളതിനേക്കാൾ കുട്ടി ശാന്തമായിട്ട് കിടക്കുകയാണ് ഇപ്പോഴെന്ന് പറഞ്ഞു. അങ്ങനെ ഈ മുസ്ലിം പറഞ്ഞു, അള്ളാഹുവിൽ നിങ്ങൾ കൂലി ഉദ്ദേശിക്കുക, കുട്ടി മരിച്ചിട്ടുണ്ട് എന്ന്. ഫഗളിബ, ഇത് കേട്ടപ്പോൾ ദേഷ്യം വന്നു. സ്വന്തം മോൻ മരിച്ചിട്ട് എനിക്ക് ഭക്ഷണം തന്ന് വെള്ളം തന്ന് ഞാൻ കുളിച്ചണിഞ്ഞൊരുങ്ങി നീയുമായി ബന്ധത്തിലേർപ്പെട്ട് ഇതൊക്കെ ചെയ്തു, എൻ്റെ മോൻ മരിച്ചിട്ട് ദേഷ്യത്തോടുകൂടി. എന്നിട്ട് അബൂത്തല്ല റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഓടുകയാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞു, റസൂലെ മോൻ മരിച്ചു, ഇന്നതൊക്കെ സംഭവിക്കുകയും ചെയ്തു, ഇപ്പോഴാണ് എൻ്റെ ഭാര്യ എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. റസൂലുള്ളാഹി പറയാണ്, ബാറകല്ലാഹു ഫീ ലൈലതികുമാ, അല്ലാഹു തആല നിങ്ങൾക്ക് ഈ ഇന്നലത്തെ രാത്രിയിൽ സംഭവിച്ചതിന് മുഴുവനും അല്ലാഹു തആല നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറയുന്നു അല്ലേ. അവർക്കൊരു കുട്ടിയുണ്ടായി, ബുഖാരിയിൽ കാണാം, അവർക്കൊരു കുട്ടിയുണ്ടായി. ആ കുട്ടിക്ക് 9 മക്കളുണ്ടായി. എല്ലാവരും ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകളായിരുന്നു. അബ്ദുള്ള എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടിക്കുണ്ടായ എല്ലാ മക്കളും ഖുർആൻ പഠിച്ച നല്ല പണ്ഡിതരായി മാറിയിട്ടുണ്ട് അല്ലേ. അള്ളാഹുവിൻ്റെ ബർക്കത്തുണ്ടാകട്ടെ എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. എന്ന് മാത്രമല്ല, ആ കുട്ടി പ്രസവിച്ചു കഴിഞ്ഞു. ആ കുട്ടിയെ പ്രസവിച്ചു കഴിഞ്ഞു. ആ കുഞ്ഞിനെയും കൊണ്ട് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് വരികയാണ് ഉമ്മു സുലൈമും അബൂത്തല്ല റളിയല്ലാഹു അൻഹും. അല്പം കാരക്കയും കയ്യിലുണ്ട്. റസൂൽ തൻ്റെ വായിലിട്ട കാരക്ക ചവച്ച് ഈ കുട്ടിയുടെ വായിലേക്ക് നൽകുന്നു അല്ലേ. ആ നിലക്ക് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, എന്താ ഈ ഹദീസ് നമ്മൾ പഠിക്കേണ്ട പാഠം? നിങ്ങൾ നോക്കൂ, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ഭർത്താവ് ജോലി കഴിഞ്ഞ് യാത്ര കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോൾ ഒരു കുട്ടി മരിച്ചിട്ട് പോലും അറിയിക്കാതെ ഭർത്താവിന് വേണ്ടതെന്താ? ഭക്ഷണമാണ്. ഭർത്താവിന് വേണ്ടതെന്താ? വെള്ളമാണ്. അതൊക്കെ നൽകി സമാധാനിപ്പിക്കുക. ഇതോ 100 പ്രശ്നങ്ങളുമായിട്ടാണ് ഭർത്താവ് വീട്ടിൽ കയറി വരിക. ആ കയറി വന്ന് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നില്ല, ഇരിക്കാൻ മടിയാ ഭർത്താവിന്. ഇരിക്കുമ്പോഴോ ഓരോ പരാതി, കിടക്കുമ്പോഴോ അവിടെയും പരാതി, ഒന്ന് സംസാരിക്കാതിരിക്കാൻ വരുമ്പോഴോ അവിടെയും പരാതി അല്ലേ. ജയിലായിട്ട് അനുഭവപ്പെടുന്നു പല വീടുകളും. ആ നിലക്ക് സഹോദരിമാരെ ചെയ്യാൻ പാടില്ല. ഖദീജ റളിയല്ലാഹു അൻഹ മുസ്ലിം അല്ലാത്ത കാലത്ത് നിങ്ങൾ നോക്കൂ, ആദ്യമായി ജിബ്രീലിന്റെ പിടുത്തത്തിൽ നിന്ന് റസൂലുള്ളാഹി പേടിച്ച് വരിക വീട്ടിലേക്ക്. ഈ കഥ നമ്മളൊക്കെ കേട്ടതല്ലേ അല്ലേ. ജിബ്രീലിന്റെ പിടുത്തം പേടിച്ചിട്ട് വരിക വീട്ടിലേക്ക്. ഖദീജ സമ്മിലൂനിയ ഖദീജ, ഖദീജ എന്നെ പുതപ്പിട്ട് മൂടിത്താന്ന ഖദീജ റളിയല്ലാഹു അൻഹയോട് പറയുന്നത്. എന്താ റസൂലുള്ളാഹിനോട് ഖദീജ ബീവി പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂലിനോട് ആ സമയത്ത് ഒന്നും മിണ്ടിയില്ല, പുതപ്പിട്ട് മൂടിക്കൊടുക്കുന്നു. ഇന്നത്തെ ഭാര്യമാരാണെങ്കിലൊന്ന് ചിന്തിച്ചു നോക്കിയേ. ആ ഹിറാ ഗുഹ നമ്മൾക്കൊക്കെ അറിയാം അല്ലേ, എത്രമാത്രം ഉയരത്തിലാണ് കിടക്കുന്നത്. അവിടേക്ക് ഭക്ഷണങ്ങളുമായിട്ട് പോകുന്നു, അവിടെ ഒറ്റയ്ക്കിരിക്കുന്നു. ഇത് പതിവാക്കിയിട്ടുണ്ട് റസൂലുള്ളാഹി. എന്നിട്ട് ഒരു ദിവസം പേടിച്ച് വിറച്ചു വരുമ്പോൾ പുതപ്പിട്ട് മൂടെന്ന് പറയുമ്പോൾ പുതപ്പിട്ട് മൂടിക്കൊടുക്കുന്നു. ഇന്നത്തെ ഭാര്യമാരാന്ന് പറയും, അനുഭവിക്കും, നിങ്ങൾ കുറേ കാലമായില്ലേ എന്നെ ഒറ്റക്കാക്കി പോകുന്നു ഇവിടുന്ന് അല്ലേ, ഇത് നിങ്ങൾക്ക് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഭർത്താവിനെ പരിഹസിക്കുന്ന അപമാനിക്കുന്ന ഭാര്യമാരായി ഇന്ന്. ഖദീജ റളിയല്ലാഹു അൻഹ അങ്ങനെയല്ല, മറിച്ചോ ഭർത്താവിൻ്റെ ആവശ്യം പുതപ്പിട്ട് മൂടലാണെങ്കിൽ ഇപ്പം ഭർത്താവിനെ പുതപ്പിട്ട് മൂടിക്കൊടുക്കുക. സഹോദരിമാരെ, അതാ നിങ്ങളും ചെയ്യേണ്ടത്. ഭർത്താവ് തളർന്നുകൊണ്ട് വരുമ്പോൾ, പ്രയാസപ്പെട്ടുകൊണ്ട് വരുമ്പോൾ ഭർത്താവിൻ്റെ ആവശ്യം എന്താണെങ്കിൽ ആ ആവശ്യം നിറവേറ്റുക. നിങ്ങൾക്ക് പറയണ്ട എന്നല്ല, പറയാം. ഓരോന്നും പറയാനും അതിനൊരു വേദിയുണ്ട് അല്ലേ. ഒരു സങ്കടം പറയാൻ ആ ഒരു സാഹചര്യത്തെ പറയാം. അതേപോലെ തന്നെ ഒരു വിവരം പറയാൻ, ഒരു മരണവാർത്ത എല്ലാവരോടും നമ്മൾ ഒരേ സമയത്ത് ഒരേപോലെയാണോ പറയാറുള്ളത്? അല്ല. ഒരാളുടെ ഉപ്പ മരിച്ചു കഴിഞ്ഞാൽ ആ മക്കളോട് പറയുമ്പോൾ വേറെ രീതിയിലാണ് നമ്മൾ സംസാരിക്കുക. അതെന്തിനാ?
ഒരു വാർത്ത തന്നെ ഒരു മനുഷ്യനെ തളർത്താത്ത രീതിയിൽ ആ മനുഷ്യരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയണം. അങ്ങനെ ഭാര്യമാർക്കാകാൻ കഴിയണം. അതാണ് ഖദീജ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലേ? മുസ്ലിമിൻ്റെ ജീവിതത്തിലും കാണാൻ കഴിയുന്നത്. കുട്ടി മരിച്ചിട്ട് പോലും അതെപ്പോഴാണ് പറഞ്ഞത്? ഭർത്താവിന് കൊടുക്കേണ്ടത് മുഴുവനും കൊടുത്ത് ഭർത്താവിനെ സന്തോഷിപ്പിച്ച് എല്ലാ നിലക്കും ഭർത്താവ് ആ നിലക്ക് വഴങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഭർത്താവിനോട് പറയുന്നത് മോൻ മരിച്ചിട്ടുണ്ട് എന്ന്, അല്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും സഹോദരിമാരെ നിങ്ങളുടെ ജീവിതത്തിലും ഈ നിലക്ക് നല്ല പോലെ പെരുമാറാൻ സാധിക്കേണ്ടതുണ്ട്. ഭർത്താവിനോട് സമാധാനപൂർവ്വം പെരുമാറാൻ കഴിയേണ്ടതുണ്ട്. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുറേ സ്ത്രീകളുണ്ട്, ഞാൻ നരകത്തിലേക്ക് എത്തി നോക്കിയപ്പോൾ കൂടുതലും സ്ത്രീകളെ കാണുന്നു. അതുകൊണ്ട് തന്നെ പറഞ്ഞില്ലേ, യാ മഅ്ശറൻ നിസാ തസദ്ദഖ്ന വഅക്തർനൽ ഇസ്തിഗ്ഫാർ, സ്ത്രീ സമൂഹമേ ധാരാളമായിട്ട് നിങ്ങൾ ദാനം ചെയ്തോ, സ്വതക്ക നൽകിക്കോ. അതേപോലെ തന്നെ ധാരാളമായിട്ട് നിങ്ങൾ പാപമോചനം തേടിക്കോ. എന്തിനാ? ഫഇന്നി റഅയ്തുകുന്ന അക്സറ അഹ്ലൻ നാർ, ധാരാളമായി ഞാൻ നരകത്തിൽ കണ്ടത് നിങ്ങളെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളോട് പറയുന്നു. എന്തുകൊണ്ടാ? ഒരു പെണ്ണ് ചോദിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, തക്ഫുർനൽ ലഅന വതക്ഫുർനൽ അശീർ, ശാപവാക്കുകൾ അമിതമായിട്ട് ഉപയോഗിക്കുന്നത് പെണ്ണുങ്ങളെ നിങ്ങളാ, കുടുംബബന്ധം ധാരാളം മുറിക്കുന്നത് നിങ്ങളാ, അല്ലേ? അതുകൊണ്ടാണ് ഭൂരിഭാഗവും നരകത്തിൽ പെണ്ണുങ്ങൾ, സ്ത്രീകൾ. എന്താ പരിഹാരം? സ്വതക്ക അധികരിപ്പിക്കുക. സ്ത്രീകൾ ചോദിക്കും, അതിനും ഭർത്താവ് തരണ്ടേ? തരുന്നില്ലല്ലോ, അല്ലേ? ഉള്ളത് കൊടുക്കുക, നിങ്ങളുടെ കയ്യിലുള്ളത് കൊടുക്കുക. അതേപോലെ തന്നെ ധാരാളം ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. സുബ്ഹാനല്ലാഹ് സ്വതക്കയല്ലേ, അൽഹംദുലില്ലാഹ് സ്വതക്കയല്ലേ, അല്ലാഹു അക്ബർ സ്വതക്കയല്ലേ. ദിക്റുകളും തഹ്ലീലുകളും ഇസ്തിഗ്ഫാറുകളും അധികരിപ്പിച്ചു കൊണ്ടേയിരിക്കുക. നിങ്ങളുടെ മുതലിൽ നിന്ന് ദാനം ചെയ്യുക. എന്തിനാ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും. ശാപത്തിൻ്റെ വാക്കുകൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കുന്നത് സ്ത്രീകളാണ്. ബന്ധങ്ങൾ മുറിക്കുന്നവരും സ്ത്രീകളാണ്. ഞാൻ പറഞ്ഞില്ലേ, പെണ്ണിൻ്റെ ശാപം അത് പെണ്ണ് തന്നെയാണ്. അത് സ്ത്രീധനമാകട്ടെ, കുടുംബജീവിതത്തിലെ വഴക്കുകളാകട്ടെ, എന്തുമാകട്ടെ. ആരാ ഭർത്താവിൻ്റെ വീട്ടിൽ ഒരു പെണ്ണിന് മരുമകൾക്ക് സ്വസ്ഥത നൽകാത്തത്? ഭർത്താവിൻ്റെ പെങ്ങൾ തന്നെ, ഭർത്താവിൻ്റെ അനുജന്മാരല്ല. ഒരു പെണ്ണായി പിറന്ന ഭർത്താവിൻ്റെ പെങ്ങൾ തന്നെ, ഭർത്താവിൻ്റെ ഉമ്മ തന്നെ, ഭർത്താവിൻ്റെ ആ നിലക്കുള്ള ആളുകൾ തന്നെ, അല്ലേ? എല്ലാം പെണ്ണിൻ്റെ പ്രയാസമാരാ? പെണ്ണ് തന്നെ. ഓരോ സ്ത്രീയും നന്നാവുക. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നല്ല ഒരു ഭാര്യയായി മാറണം പോരാ, നല്ല ഒരു പെങ്ങളായി മാറണം പോരാ, നല്ലൊരു ഉമ്മയായി മാറണം പോരാ, നല്ലൊരു മകളായിട്ട് മാറാൻ കഴിയണം. എങ്കിലേ കുടുംബജീവിതത്തിലെ അന്തരീക്ഷം നല്ല നിലക്ക് മുന്നോട്ട് പോവുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ പെണ്ണിൻ്റെ പ്രത്യേകത, ഈ നരകത്തിൽ കൂടുതലും പെണ്ണിനെ കാണാനുള്ള കാരണം യക്ഫുർനൽ അശീറ വയക്ഫുർനൽ ഇഹ്സാൻ, നന്മയെ ഇവർ നിഷേധിക്കുകയാണ്. അതേപോലെ തന്നെ ബന്ധങ്ങളെ നിഷേധിച്ച് തള്ളി തകർത്ത് കളയാണ്. എന്നിട്ട് പറയുന്നു റസൂലുള്ളാഹി, ഈ പെണ്ണിൻ്റെ പ്രത്യേകത ലൗ ഹസൻതി ഇലാ ഇഹ്ദാഹുന്ന ദഹ്റ, കാലം മുഴുവനും നീ ഒരു പെണ്ണിനോട്, നിന്റെ ഭാര്യയോട് നീ നന്മ ചെയ്താലും, ആ പെണ്ണിന് നന്മ ലഭിച്ചാലും, സുമ്മ റഅത് മിൻക ഷൈഅ, നിന്നിൽ എന്തെങ്കിലും ഒരു ന്യൂനത ആ പെണ്ണ് കണ്ടാൽ, ഖാലത്, ആ പെണ്ണ് പറയും, മാ റഅയ്തു മിൻക ഖൈറൻ ഖത്, നിങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളോടൊപ്പം കല്യാണം കഴിച്ച് ജീവിതം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ഒരു നന്മ ഞാൻ കണ്ടിട്ടില്ല, അല്ലേ? ഇതൊക്കെ എത്ര ആൾക്കാർ കേട്ടിട്ടുണ്ടാകും? ഇതൊക്കെ എല്ലാ സ്ത്രീകളും പറയുന്ന ഡയലോഗാ പ്രിയപ്പെട്ടവരെ ഇത്, അല്ലേ? ജീവിതകാലം മുഴുവനും നന്മ ചെയ്തു കൊടുത്താലും ഒരു വസ്ത്രത്തിൻ്റെ കളറൊന്ന് മങ്ങിപ്പോയാൽ, അല്ലേ, ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ ഈ പെണ്ണ് പറയും, നിങ്ങൾക്ക് ഒരു നന്മ ഞാൻ കണ്ടിട്ടില്ല, അല്ലേ? ആ നിലയ്ക്ക് പറയുന്ന ആളുകൾ. ഒരു വസ്ത്രം വാങ്ങിക്കൊടുത്താൽ പറയും, നീക്ക് സെലക്ഷൻ അറിഞ്ഞൂടാ, കളർ അറിഞ്ഞൂടാ. ഭക്ഷണം വാങ്ങിക്കൊടുത്താൽ അതിനെക്കുറിച്ച് അറിഞ്ഞൂടാ, അല്ലേ? മുമ്പ് KV അബ്ദുൽ ലത്തീഫ് മൗലവി ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് വസ്ത്രം വാങ്ങിക്കൊടുത്തപ്പോൾ ഭാര്യ പറയാണ്, നിങ്ങൾക്കൊരു സെലക്ഷനും അറിഞ്ഞൂടാ. ഭർത്താവ് അപ്പം തന്നെ പറഞ്ഞു, എനിക്കൊരു സെലക്ഷനും അറിഞ്ഞൂടാത്തതിൻ്റെ തെളിവാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചു എന്നുള്ളത്, അല്ലേ? ഈ നിലക്ക് പറയുന്ന ഭാര്യമാരുണ്ട്. എന്താ ഇത്? ഓരോരുത്തരുടെ നാവിൽ നിന്ന് പുറത്തു വരുന്ന സംസാരങ്ങളായത്. അതുകൊണ്ട് ആ സ്ത്രീക്ക് നഷ്ടപ്പെടുന്നത് എന്താ?
ആ സ്ത്രീക്ക് നഷ്ടപ്പെടുന്നത് അള്ളാഹുവിൻ്റെ പരലോകത്ത് സ്വർഗമാണ്. ഒരു ചെറിയ വിഷയത്തെ പോലും വലുതാക്കി പർവ്വതീകരിച്ച് കാണിച്ച് അതിൻ്റെ പേരിൽ വഴക്കിട്ട് ദിവസങ്ങളോളം മിണ്ടാതിരുന്ന് ആ അന്തരീക്ഷം മക്കൾ അസ്വസ്ഥരായി ഇത് കണ്ട് വളരുന്ന ഒരു സാഹചര്യം. എന്നിട്ടോ ഒരു മടിയും കൂടാതെ, ഒരു പ്രയാസവും കൂടാതെ, അതേപോലെ തന്നെ ഒരു നിലക്കുള്ള മനപ്രയാസവും കൂടാതെ ഭർത്താവിൻ്റെ വീട്ടിൽ പോലും 2 നിലക്കുള്ള വീടുകൾ ഉണ്ടാക്കുന്ന ഭാര്യമാരുണ്ട്. സഹോദരി, ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റായത് വീട്ടിനുള്ളിൽ മറ്റൊരു വീടുണ്ടാക്കുക. ഇന്ന് അതൊക്കെയുണ്ട് നമ്മുടെയൊക്കെ നാടുകളിൽ. ഇതുവരെ ഈ വ്യക്തി തൻ്റെ ഉമ്മക്ക് വലിയ ആളായിരുന്നു, ഉമ്മക്ക് സ്നേഹമുള്ള മോനായിരുന്നു. പക്ഷെ എന്നു മുതൽ ഈ മോൻ മാറി? അല്ലെങ്കിലേ ഉമ്മമാർക്ക് ഒരു വിവാഹം നിശ്ചയിക്കുന്ന അന്ന് മുതൽ പേടിയാ, എൻ്റെ മോൻ എനിക്ക് നഷ്ടപ്പെടുമോ, എൻ്റെ മോൻ എനിക്ക് നഷ്ടപ്പെടുമോ അല്ലേ? കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഇവൻ്റെ സ്വഭാവം മാറി അല്ലേ? ആ ദിവസം തന്നെ ഇതേപോലെ തന്നെ ഈ ഭാര്യ പറയാൻ തുടങ്ങും. ഒരു മാസം കഴിയുമ്പോൾ തുടങ്ങും, ഡോറില്ലെങ്കിൽ പോലും കുഴപ്പമില്ല, ഒരു ഡോറ് മുന്നിലും ഒരു ഡോറ് പിന്നിലും മതി, ഒരൊറ്റ റൂം മതി, ഒരു ചെറ്റക്കുടിലെങ്കിലും എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല അല്ലേ? തുടങ്ങും. ഈ കുശുകുശുപ്പാണ് പ്രവാസികളായ ആളുകൾക്ക് പോലും കടകളിൽ നിന്ന് മോഷ്ടിക്കാനും എങ്ങനെയെങ്കിലും ഹറാമിലൂടെ സമ്പാദിച്ച് വീടുകളുണ്ടാക്കാനും ആളുകളെ പ്രേരിപ്പിക്കുന്നത്. എന്താ? ഒരു സ്വസ്ഥതയില്ല. വീടുണ്ടാക്കാൻ ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല, ഉമ്മാൻ്റെ കൂടെ താമസിക്കാൻ ബാപ്പാൻ്റെ കൂടെ താമസിക്കാൻ തന്നെയാണ് ഇഷ്ടം. പക്ഷെ സ്വസ്ഥത കിട്ടുന്നില്ല. എപ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോൾ നമുക്കൊരു മാറി താമസിക്കാം, വാടക മുറിയാണെങ്കിലും കുഴപ്പമില്ല അല്ലേ? മാറി താമസിക്കുമ്പോഴാണ് വീടിൻ്റെയൊക്കെ വില അറിയുന്നത്. ഇതാരാ ചെയ്യുന്നത്? സ്ത്രീകളാ ചെയ്യുന്നത്. സഹോദരി, നല്ല ഒരു ഭാര്യയാണ് നീയെങ്കിൽ ഇത് ചെയ്യാൻ പാടില്ല. ഈ നിലക്ക് ഭർത്താവിൻ്റെ വീട്ടിനുള്ളിൽ മറ്റൊരു വീടുണ്ടാക്കാൻ പാടില്ല. നീ എന്താ ചെയ്യേണ്ടത്? എല്ലാവരെയും പരിഗണിക്കാൻ വേണ്ടി പറയണം. കല്യാണത്തിൻ്റെ സമയം വരെ ഈ മോൻ എന്തെങ്കിലും വസ്തുക്കൾ വാങ്ങി, സാധനങ്ങൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഉമ്മാൻ്റെ കയ്യിലാ കൊടുക്കുന്നതെങ്കിൽ ഈ ഭാര്യ പറയണം, ഇനി മുതലും നിങ്ങൾ ഉമ്മാൻ്റെ കയ്യിലേക്ക് തന്നെയാണ് അത് കൊടുക്കേണ്ടത്. ഇതോ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഉമ്മ അറിഞ്ഞിട്ട് കുറേ സാധനങ്ങൾ വീട്ടിലെത്തുന്നു, ഉമ്മ അറിയാതെ കുറേ സാധനങ്ങൾ വീട്ടിലെത്തുന്നു. ഈ മോനെ പ്രസവിച്ചതല്ലേ ഈ ഉമ്മ അല്ലേ? ആ മുകളിലത്തെ റൂമിലേക്ക് എന്ത് കൊണ്ടുപോകുന്നതെങ്കിലും ഈ ഉമ്മാൻ്റെ കണ്ണ് വെട്ടിച്ച് ഒരാൾക്കും കൊണ്ടുപോകാൻ കഴിയൂല. ഒക്കെ ഉമ്മ അറിയുന്നുണ്ട്, മിണ്ടാതിരിക്കുകയാണ് ഒരവസരം വരുമ്പോൾ പറയാൻ വേണ്ടിയിട്ട് അല്ലേ? ഈ നിലക്കാ പലരും ചെയ്യുന്നത്. പാടില്ല സഹോദരിമാരെ. പറയണം ഭർത്താവിനോട്, ഉമ്മയെ പരിഗണിക്കണം, പെങ്ങളെ പരിഗണിക്കണം, അനുജന്മാരെയും ജ്യേഷ്ഠന്മാരെയും പരിഗണിക്കണം. ഞാൻ വന്നു കയറി എന്ന് കരുതിയിട്ട് എല്ലാം എന്നിലേക്ക്, അങ്ങനെയല്ല. ഭർത്താവിന് ഒരുപാട് ബാധ്യതയുണ്ട്. സഹോദരിമാരത് മനസ്സിലാക്കണം. അവൻ്റെ ഉമ്മയെ നോക്കണം, ബാപ്പയെ നോക്കണം, അതേപോലെ അനുജന്മാരെ നോക്കേണ്ടി വരും, ചിലപ്പോൾ ജ്യേഷ്ഠന്മാരെ നോക്കേണ്ടി വരും, പെങ്ങന്മാരെ നോക്കേണ്ടി വരും, ഇതൊക്കെ നോക്കേണ്ടി വരും. നിന്റെ കൂടെ മാത്രം അടിച്ചു പൊളിച്ച് ജീവിക്കാൻ, നീ സിനിമയിലും സീരിയലും കാണുന്ന, അതല്ലെങ്കിൽ ലോകത്ത് പലതിലൂടെ നീ വായിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫാഷൻ യുഗത്തിൽ ബൈക്കിൻ്റെ പിന്നിൽ ഭർത്താവിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു ലോകം, അത് യാഥാർത്ഥ്യ ലോകമല്ല, അതൊരു സാങ്കല്പിക ലോകമാണ്, ഒരു സ്വപ്ന ലോകമാണ്. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ പച്ചയായ കുറേ സത്യങ്ങളുണ്ട്, കുറേ യാഥാർത്ഥ്യങ്ങളുണ്ട്, അതുമായി പൊരുതേണ്ടി വരും. ഇതൊക്കെ നടക്കാതിരിക്കുമ്പോൾ ഇന്ന് കൂടുതൽ കേൾക്കുന്നത് പോലെ ഒറ്റയടിക്ക് പറയാ, എനിക്ക് വേണ്ട നിങ്ങളെ അല്ലേ? ഭർത്താവിനോട് പറയാ, ഞാൻ വിചാരിച്ച പോലെ ജീവിതമല്ല, അതുകൊണ്ട് വേണ്ട നിങ്ങളെ, ലോകം തിരിയാത്തോനാ നിങ്ങൾ. നിസ്സാര കാരണത്തിൻ്റെ പേരിൽ ഭർത്താവിനോട് ത്വലാഖ് ചോദിക്കുന്ന പെണ്ണുങ്ങളില്ലേ? ആ പെണ്ണിനെ കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അയ്യുമംറഅത്തിൻ സഅലത് സൗജഹാ ത്വലാഖഹാ മിൻ ഗൈരി മാ ബഅസിൻ ഹറാമുൻ അലൈഹാ റായിഹത്തുൽ ജന്ന. നിസ്സാര കാരണത്തിൻ്റെ പേരിൽ ഭർത്താവിനോട് ത്വലാഖ് ചോദിക്കുന്ന പെണ്ണ് ഹറാമുൻ അലൈഹ റായിഹത്തുൽ ജന്ന, സ്വർഗത്തിൽ കടക്കില്ലെന്ന് മാത്രമല്ല, സ്വർഗത്തിൻ്റെ വാസന പോലും അനുഭവിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത പെണ്ണാവൾ. അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. എൻ്റെ ഭാര്യ അങ്ങനെയാണോ? എൻ്റെ പെങ്ങളെങ്ങനെയാണോ? എൻ്റെ മകളെങ്ങനെയാണോ? പ്രിയപ്പെട്ട സമുദായമേ, നമ്മളാ ബോധവൽക്കരിക്കേണ്ടത്. ത്വലാഖുകൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു. കുടുംബ കോടതികളിലെ ജഡ്ജിമാരും വക്കീലന്മാരും എല്ലാവരും പറയുന്നു, കുടുംബ പ്രശ്നങ്ങളുമായി കോടതിയുടെ വരാന്തകളിൽ ഏറ്റവും കൂടുതൽ കയറിയിറങ്ങുന്നത് ഇതുപോലെയുള്ള ഒരുപാട് ആയത്തുകളും ഹദീസുകളും ചെറുപ്പകാലത്തെ പഠിച്ച ഈ മുസ്ലിം സമുദായത്തിലെ ആളുകളാണ്.
ഇതൊന്നും പഠിക്കാത്ത മറുസമുദായത്തിലെ ആളുകൾ കുറവാ പ്രിയപ്പെട്ടവരെ. എല്ലാവർക്കും ത്വലാക്ക് വേണം അല്ലേ? ഒരു പ്രശ്നവും ഇല്ല, ഒരു വിലയില്ല. അള്ളാന്റെ അതിർത്തികളെ കൊണ്ട് അമ്മാനമാടി കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഭർത്താവിനോട് ഒറ്റയടിക്ക് ചോദിക്കുക, എനിക്ക് ജീവിക്കാൻ കഴിയൂല നിങ്ങളോടൊപ്പം, എൻ്റെ ത്വലാക്ക് തന്നേക്ക് അല്ലേ? ത്വലാക്ക് കിട്ടി പെണ്ണ് എങ്ങോട്ട് പോകും അല്ലേ? അതിൻ്റെ അപ്പുറത്ത് ചിന്തിക്കുന്നില്ല. ആ സമയം മുതൽ അള്ളാഹിൻ്റെ ശാപം കിട്ടില്ലേ ഈ പെണ്ണിന്? സ്വർഗത്ത് കടക്കില്ലെന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. സ്വർഗത്തിൻ്റെ മണം പോലും അനുഭവിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത പെണ്ണ ഭർത്താവിനോട് നിസ്സാരമായ വിഷയത്തിൻ്റെ പേരിൽ പോലും ത്വലാക്ക് ചോദിക്കും. ഒരു വട്ടം ത്വലാക്ക് ചോദിക്കുന്ന പെണ്ണ്, ഇത് ഓരോ വഴക്കിനും ഓരോരോ വട്ടം ത്വലാക്കായിരിക്കും അല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കുക. കുടുംബജീവിതം അത് ഇസ്ലാമികമാകണമെങ്കിൽ, കുടുംബജീവിതത്തിൽ സ്വസ്ഥത ലഭിക്കണമെങ്കിൽ, ദുനിയാവിലും ആഖിറത്തിലും ഇത് മുഖേന നമ്മൾക്ക് സമാധാനം ലഭിക്കണമെങ്കിൽ ഈ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം പാലിച്ചേ മതിയാകൂ. അതുകൊണ്ട് നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബക്കാരെ, നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകളെ ഈ വിഷയം പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നല്ല ഒരു ഭർത്താവ് അതെന്തായിരിക്കണമെന്ന വിഷയത്തിലാണ് ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച ക്ലാസ് എടുക്കുന്നത്. ഇശാ നമസ്കാരത്തിൻ്റെ സമയത്ത് തന്നെ പരമാവധി പള്ളിയിലേക്ക് എത്താൻ ശ്രദ്ധിക്കുക. ജമാഅത്ത് കഴിഞ്ഞ് നമുക്ക് വേഗം ക്ലാസ് തുടങ്ങി വേഗം തന്നെ അവസാനിപ്പിക്കാമല്ലോ. അതുകൊണ്ട് ആ നിലക്ക് കേൾക്കുന്നതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ സംഭവിച്ചു പോകുന്ന ചെറുതും വലുതുമായ, അറിഞ്ഞും അറിയാതെയുമായി സംഭവിച്ചു പോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും ഗഫൂറും റഹീമുമായ നാഥൻ പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. നന്മകൾ ചെയ്ത് അള്ളാഹുവിൻ്റെ സ്വർഗീയ ലോകത്ത് ഫിർദൗസ് ലഭിക്കുന്ന ഒരവസ്ഥ നമ്മൾക്ക് അല്ലാഹു തആല സംജാതമാക്കി തരുമാറാകട്ടെ. പ്രയാസങ്ങളിൽ നിന്ന്, കടങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് അള്ളാഹു സർവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ദുനിയാവിൻ്റെ ഫിത്നയിൽ നിന്നും, ഖബറിൻ്റെ ഫിത്നയിൽ നിന്നും, അദാബിൽ നിന്നും, നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്നും അള്ളാഹു തആല നമ്മെ കാക്കുമാറാകട്ടെ. അമ്പിയാക്കളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, മൗലിയാക്കളോടൊപ്പം അവൻ്റെ ഫിർദൗസിൽ നമ്മൾ പ്രവേശിപ്പിക്കുമാറാകട്ടെ. അള്ളാഹുവേ, മാരകമായ പ്രയാസങ്ങളിൽ നിന്ന് ലോകത്തെ സർവ്വ മുസ്ലിമീങ്ങളെ നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. നിർഭയത്വമില്ലാത്ത ആളുകൾക്ക് നീ നിർഭയത്വം നൽകണം റഹ്മാനെ. സമാധാനം നൽകണം റഹ്മാനെ. രോഗികൾക്ക് നീ ശിഫ നൽകണം റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ പലരും ഖബറുകളിലാണ്. അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളുടെ പണ്ഡിതന്മാർക്കും ഗുരുനാഥന്മാർക്കും പ്രവർത്തകന്മാർക്കും എല്ലാവർക്കും നീ കഴിവും ആഫിയത്തും നൽകണം റഹ്മാനെ. നിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണ്ടി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. തെറ്റിദ്ധരിച്ച ആളുകൾക്ക് നീ നേരിൻ്റെ മാർഗം കാണിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.